അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി ദൈവത്തിന് മഹത്വം. വിശുദ്ധ തിരുവെഴുത്ത്, വിശുദ്ധ ബൈബിൾ, അത് വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അതിൽ വിശുദ്ധ യോഹന്നാൻ്റെത് എന്ന നിലയിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങളുടെ എണ്ണം 5. അവ ചേർത്ത് വചന പഠിതാക്കൾ വിളിക്കുന്ന പേര് ജോഹാനിക് ലിറ്ററേച്ചർ എന്നാണ്. യോഹന്നാൻ്റെ എഴുത്തുകൾ, യോഹന്നാൻ്റെ സാഹിത്യം. ആ യോഹന്നാൻ്റെ സാഹിത്യങ്ങളിൽ ഒരെണ്ണം സുവിശേഷമാണ്. 3 ലേഖനങ്ങളുണ്ട്. അപ്പോക്കലിപ്സിസ് അഥവാ വെളിപ്പാട് സാഹിത്യമുണ്ട്. ഈ പുസ്തകങ്ങളിലെല്ലാം യോഹന്നാൻ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, സ്നേഹം. അതുകൊണ്ട് ഈ അപ്പോസ്തലൻ തന്നെ അറിയപ്പെടുന്നത് ദ അപ്പോസ്റ്റൽ ഓഫ് അഫെക്ഷൻ ഓർ ലവ് എന്നാകുന്നു. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ. അദ്ദേഹം ഏറ്റവും അധികം ജീവിതത്തിൽ ഉപയോഗിച്ച പദം അഗപ്പെ, ഫിലിയോ, ഈ അർത്ഥം വരുന്ന സ്നേഹം എന്ന പദങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. 4 പദങ്ങൾ കൊണ്ടാണ് യവന ഭാഷയിൽ സ്നേഹമെന്ന പദത്തെ വിവക്ഷിക്കുന്നത്. 4 പദങ്ങൾ. യവന ഭാഷയിൽ അഥവാ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ പദമാണ് അഗപ്പെ, ദൈവസ്നേഹം എന്നതിൻ്റെ അർത്ഥം. മറ്റൊരു പദമാണ് ഫിലിയോ. ഈ ഫിലിയോ എന്നത് ബ്രദർലി കൈൻഡ്നസ്സാണ്, സഹോദര സ്നേഹം. ഫിലാഡൽഫിയ, ഈ പദം ഒക്കെ നിഷ്പാദിക്കുന്നത് ഫിലിയോ എന്ന പദത്തിൽ നിന്നാണ്. ഇനി മറ്റൊന്ന് എറോസ് എന്നൊരു പദമാണ്. അത് എറോട്ടിക്കലായ സ്നേഹബന്ധത്തെക്കുറിച്ചുള്ള പ്രയോഗമാണ്. അവസാനം മറ്റൊന്ന് സ്റ്റോർജി. ഇവ രണ്ടും ഏതാണ്ട് ഇറോട്ടിക് ആയിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ്. ഇതിൽ അപ്പോസ്തലൻ അഗപ്പയും ഫിലിയോയും പരസ്പര ബന്ധിതമായി നിൽക്കുന്ന സ്നേഹത്തിൻ്റെ 2 തലങ്ങളാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെയും എഴുത്തിലൂടെയും സാക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യത്തിൽ അദ്ദേഹം വലിയ ഗൗരവം കൊടുക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ ചില സവിശേഷതകൾ പറയുകയാണ്. ആ സവിശേഷതകളൊക്കെ നിൽക്കുമ്പോഴും ഈ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എതിർക്കുന്ന ഒരു ശക്തിയായി പിശാച് നിലനിൽക്കുന്നു. അപ്പോസ്തലന് പിശാചിനോട് സ്നേഹമില്ല, പിശാചിൻ്റെ പ്രവൃത്തികളോടും സ്നേഹമില്ല. അപ്പോൾ ദൈവമകൻ, ദൈവജനം വർജിക്കേണ്ട ശക്തിയായി പിശാച് എന്ന ഒരു പദം നിലനിൽക്കുന്നു. അവിടുന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരാം. എന്താണ് ഈ പിശാച്? ഈ ഒരു ഉത്തരാധുനിക ലോകം, അതല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ യുഗം, നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ? ഇതൊക്കെ ഇന്നും പ്രസംഗിക്കേണ്ട പദമാണോ? കാലകരണപ്പെട്ട ആശയമല്ലേ? ദൈവം, അതീന്ദ്രിയ ശക്തികൾ, പിശാചുക്കൾ, അങ്ങനെയുള്ളൊരു മണ്ഡലം, ഇവയൊക്കെ ഏറെക്കുറെ വർജിക്കേണ്ട കാലമായില്ലേ? കാലം വളരെ പുരോഗമിച്ചിട്ടും ഈ പദങ്ങൾക്ക് പിന്നിലൂടെ ഇനി യാത്ര ആവശ്യമുണ്ടോ? ഇങ്ങനെ ചോദിക്കുന്ന പരിഷ്കൃതാശകരായ ആളുകൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. അവർക്ക് വേണ്ടി കൂടി പറയേണ്ടതിന്, മനസ്സിലാക്കേണ്ടതിന് ഞാൻ കൃത്യമായി പറയാം. ഭൂമുഖത്തുള്ള സകല മനുഷ്യർക്കും 2 കാര്യങ്ങളിൽ വിശ്വാസമുണ്ട് അടിസ്ഥാനപരമായിട്ട്. ഒന്ന് ദൈവം, 2 പിശാച്. പക്ഷെ മതങ്ങൾ വികാസം പ്രാപിച്ചപ്പോൾ അവയ്ക്ക് ചില സ്ട്രക്ചറുകൾ, അത് ക്രമീകരിച്ചിട്ടൊന്നും ഇരിക്കണേ, അപ്പോൾ അവയ്ക്ക് ചില ഘടനകൾ നിർവചിക്കുകയും അതുവഴി സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ
അതിൻ്റെ ചിന്താപരതയ്ക്ക് ഒത്തിരി വ്യത്യാസം വന്നു. അതുകൊണ്ട് ചിലർ ആദരവോടെ വിളിക്കുന്ന പല ദൈവസങ്കല്പങ്ങളും മറ്റൊരു കൂട്ടർക്ക് നിഷിദ്ധമാണ്. അവരതിന് പൈശാചിക ഭാവം നൽകും. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? പിശാചുണ്ടോ, ദൈവമുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങളിലൂടെ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോഴും ഈ രണ്ട് കാര്യങ്ങളെയും മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും പിശാചിൻ്റെ പ്രവൃത്തിയെയും മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. ഒന്ന് നന്മയാണെങ്കിൽ മറ്റൊന്ന് തിന്മയാണ്. ഒന്ന് വെളിച്ചമാണെങ്കിൽ മറ്റൊന്ന് ഇരുളാണ്. ഒന്ന് ക്രിയാത്മകമാണെങ്കിൽ ഒന്ന് നിഷേധാത്മകമാണ്. അപ്പോൾ ഈ രണ്ട് പ്രവൃത്തികളെ നമുക്ക് ആഴത്തിൽ കണ്ട് അപ്പോസ്തലൻ നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ് വായിച്ചത്. ഒന്നാമതായി അപ്പോസ്തലൻ ആഹ്വാനം ചെയ്തു, കാണുക, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാണ്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു. തൻ്റെ മക്കൾ ഒരു പദവിയാണ്. ആ പദവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്, വിശ്വാസധാരകളുണ്ട്. പക്ഷെ ഇവയിൽ ഈ ദൈവത്തിൻ്റെ മക്കളെന്ന് മനുഷ്യരാശിക്ക് ആരൊക്കെ പരിഗണന കൊടുക്കും നമുക്കറിയില്ല. വിശാലമായ അർത്ഥത്തിൽ സകല സൃഷ്ടിക്കും ഉടമയായവനെ പിതാവ് എന്ന് വിളിക്കാമെന്ന് ആളുകൾ പറയുമെങ്കിലും പഠിച്ചു 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 വരുംതോറും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് പതിവ്. കാരണം ദൈവത്തെക്കുറിച്ചുള്ള മതങ്ങളുടെ പഠിപ്പിക്കലെല്ലാം തന്നെ ഒട്ടേറെ ചിട്ടകൾ നമ്മോട് നിഷ്കർഷിക്കുന്നു. നിങ്ങൾ എന്ത് ധരിക്കരുത്, എന്ത് കഴിക്കരുത്, എന്ത് കുടിക്കരുത്, എന്ത് സംസാരിക്കരുത്, എന്തൊക്കെ അരുത് 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 എന്ന് അരുതായ്മകളുടെ ശബ്ദം നമ്മൾ അനുദിനം കേൾക്കുന്നു. എന്തു വേണം അതും പറഞ്ഞു തരുന്നു. പക്ഷേ ഇതല്ല ദൈവത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ വീക്ഷണം. അത് വ്യത്യസ്തമായ ഒന്നാണ്. അരുതരുത് എന്ന് പറയുന്ന ചിട്ടകൾ മാത്രമല്ല, ഒട്ടേറെ അഭ്യസനങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും പറയുന്നത്, ഞങ്ങളുടേത് ഒരു മതപ്രചരണമല്ല, ഞങ്ങളുടേതൊരു മതപ്രഭാഷണവുമല്ല. ഞങ്ങൾ ആളുകളെ മതത്തിലേക്ക് ചേർക്കുക എന്ന ലക്ഷ്യവുമില്ല. നാഴിക്ക് 40 വട്ടം ഇത് പറഞ്ഞിട്ടും ആളുകൾക്കത് മനസ്സിലാവുന്നില്ല. ആളുകൾ ഇതിനെ മതം മാറ്റമായോ മതപ്രചരണമായോ മതപരമായ പ്രഭാഷണമായോ കാണുന്നത് ഈ പ്രമേയത്തെ ചുരുക്കിക്കാണുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ട് ഞാൻ പറയുന്നു? ഇത് മതപ്രസംഗമല്ല, മതപ്രചരണവുമല്ല എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അപ്പോൾ തന്നെ സാങ്കേതികമായി ഇത് മതം തന്നെയെന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വരുന്നു. ഭരണകൂടത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും മുമ്പിൽ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ക്രിസ്തീയ വിശ്വാസം ഒരു മതമാണോ എന്ന് ചോദിച്ചാൽ സാങ്കേതിക അർത്ഥത്തിൽ തലയാട്ടുമ്പോഴും ആണെന്ന് സമ്മതിക്കുമ്പോഴും അതിൻ്റെ സത്ത, അതിൻ്റെ ആത്മാവ്, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ തീം, അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇത് മതമല്ല എന്ന് തന്നെയാണ്. എന്താണ് കാരണം? മതം എന്ന് പറയുന്ന ആശയം അത് മോശമൊന്നുമല്ല. കാരണം ചിട്ടയോടുകൂടി ഒരു സമൂഹം നിലനിൽക്കാൻ കാലഘട്ടങ്ങൾക്കപ്പുറത്ത് ഗോത്ര വർഗ സംസ്കാരം നിലനിന്ന മനുഷ്യൻ്റെ പ്രാകൃതമായ കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണത്. അല്ലെങ്കിൽ ഓർഡർ ഉണ്ടാവില്ല, ചില ക്രമീകരണങ്ങൾ ഉണ്ടാവില്ല. തീർച്ചയായും മതം അനിവാര്യമാണ്. ആ മതമാണ് നമ്മെ ചിട്ട പഠിപ്പിക്കുന്നത്. ആ മതമാണ് കുടുംബത്തിൽ നമ്മെ അച്ചടക്കം പഠിപ്പിക്കുന്നത്. ആ പുരോഹിതന്മാരാണ് സാമുദായികമായ സംവിധാനങ്ങളോടെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നത്. അതൊന്നും മോശമാണെന്ന അഭിപ്രായവും ഞങ്ങൾക്കില്ല. അപ്പോൾ പിന്നെ മതമെന്ന് പറഞ്ഞതും ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസമെന്ത് എന്ന് നിങ്ങൾക്ക് തോന്നാം. ആദ്യം പറയട്ടെ, മതത്തിന് ഏറ്റവും സുപ്രധാനമായി വേണ്ടത് ഒരു തീർത്ഥാടന സ്ഥലമോ ഒരു പുണ്യസ്ഥലമെന്നൊക്കെ വിളിക്കുന്ന, ഒരു പുണ്യഭൂമി എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ഭൂപ്രദേശമാണ്. നിങ്ങൾ എന്നോട് ചോദിക്കുക, ക്രൈസ്തവന് ഇങ്ങനെ ഒരു ഹോളി പ്ലേസ് ഉണ്ടോ? ഇങ്ങനൊരു പുണ്യകേന്ദ്രമുണ്ടോ? ഇങ്ങനെ ഏതൊരു സ്ഥലമാണ് പുണ്യം? ഏത് സ്ഥലത്തേക്കാണ് ക്രൈസ്തവർ തീർത്ഥാടനം ചെയ്യുക എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, യേശുവോ അപ്പോസ്തലന്മാരോ വിശുദ്ധ തിരുവെഴുത്തോ നമുക്കൊരു പുണ്യസ്ഥലം പറഞ്ഞു തന്നില്ല. പുണ്യസ്ഥലം പറഞ്ഞു തന്നില്ലെന്ന് മാത്രമല്ല, പുണ്യസ്ഥലമെന്ന് ഇന്ന് ആളുകൾ കാണുന്ന ഇടങ്ങളുണ്ട്. ഉദാഹരണം യെരുശലേം, അതല്ലെങ്കിൽ യേശു പിറന്ന നമ്മൾ അറിയുന്ന ബേത്ലഹേം, യേശു വളർന്ന നസ്രത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്.
ഇത് പുണ്യസ്ഥലമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കൃത്യം ഉത്തരം തരാം. അത് പുണ്യസ്ഥലമല്ലെന്ന് മാത്രമല്ല, അല്പം കടുപ്പത്തിലാണ് ഈ സ്ഥലത്തെപ്പറ്റി ബൈബിൾ പറയുന്നത്. യെരുശലേമിനെ പറ്റി പറയുന്ന ഒരു വേദഭാഗം ബൈബിളിലുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? പ്രവാചകന്മാരുടെ രക്തം വീണ് മലിനമായ സ്ഥലമെന്നാണ്. പ്രവാചക രക്തം വീണു, പ്രവാചകന്മാരെ കൊന്നു. നിന്റെ അടുക്കൽ ഞാൻ അകറ്റവരെ നീ കല്ലെറിഞ്ഞു. പാപം കൊണ്ട് മലിനമായ സ്ഥലം, രക്തം വീണ് മലിനമായ സ്ഥലം, സത്യാത്മാവിൽ ദൈവവചനം അറിയിക്കാൻ വന്ന മനുഷ്യരെയൊക്കെ കൊന്നു കൊലവിളിച്ച സ്ഥലം. ഈ അർത്ഥത്തിലാണ് യെരുശലേമിനെ കാണുന്നത്. ഇനിയും അവസാന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൽ യെരുശലേമിനെ പറ്റി പറയുകയാണ്. ആത്മീകമായി അതൊരു സോദോമാണ്, ആത്മീകമായി അതൊരു മിസ്രയീമാണ്. ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതും തങ്ങളുടെ കർത്താവ് മരിച്ചു കിടന്നതുമായ സ്ഥലം എന്ന് പറയുകയാണ്. നമുക്കറിയാം, കർത്താവ് മരിച്ച ഈ ഗോൽഗോഥയിൽ അടക്കപ്പെട്ട സ്ഥലവും അത് യെരുശലേമിൽ തന്നെയാണ്. അതിനകത്ത് തന്നെയാണ് ഈ പറയപ്പെട്ട കർത്താവിനെ അടക്കുന്ന അനുബന്ധ സ്ഥലങ്ങളുമെല്ലാം അവിടെയാണ്. ഒരു ചെറിയ പ്രവിശ്യക്കുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. ആ സ്ഥലം തീർത്ഥാടന കേന്ദ്രമാണോ? ഞാൻ പറയുമല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പുണ്യം കിട്ടാൻ, നമുക്ക് മോക്ഷം കിട്ടാൻ അവിടേക്ക് പോയേ പറ്റൂ എന്ന് വന്നാൽ എത്ര പേർക്ക് അവിടെ പോകാൻ പറ്റും? അതൊന്നും അത്ര പ്രായോഗികമല്ല. അങ്ങനെ ഒരു നിർദ്ദേശവുമില്ല. ആ നിർദ്ദേശം അപ്രസക്തമാണ്. പിന്നെ ഏതാണ് പുണ്യസ്ഥലം? നമ്മൾ പിന്നെയും കാണുന്നുണ്ട്. ആദമ്യ പാപനിമിത്തം മുഴുഭൂമിയും പാപഭംഗിലമായി തീർന്നു, പാപാവസ്ഥയിൽ എത്തിച്ചേർന്നു. പാപമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം, അത് ബോധ്യപ്പെടുത്തി. അപ്പോൾ പുണ്യസ്ഥലമില്ല. അടുത്ത മതത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, മതത്തിന് ചില ആചാരമോ അനുഷ്ഠാനമോ ഒക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ആചാരം, ഒരു അനുഷ്ഠാനം. ഈ ആചാരവും അനുഷ്ഠാനവും മോശമാണെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതും ചില അനിവാര്യതകളാണ്. അത് ദുരാചാരമാകുന്ന ഇടത്താണ് ചില ഇടപെടലുകൾ നടത്തേണ്ടി വരുന്നത്. ആചാരം നടക്കട്ടെ. ഒരാചാരമില്ല എങ്കിൽ നമ്മുടെ നാടും സമൂഹവും എത്ര ശുഷ്കമായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. വിവാഹത്തിന് കൽപ്പിതമായ ഒരു ആചാരമുണ്ട്. അത് ക്രിസ്ത്യൻ മാരേജ് ആക്റ്റിൽ ഭരണകൂടം തന്നെ എഴുതിയിട്ടുണ്ട്. നോക്കണേ, നമ്മുടെ ഭരണഘടനയിൽ തന്നെ ക്രിസ്ത്യൻ മാരേജ് ആക്റ്റുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളിൽ കല്യാണം നടത്തേണ്ട വിധം പറയുന്നുണ്ട്, കല്യാണം നടത്തേണ്ട ആളാരായിരിക്കണമെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ സമയം പറയുന്നുണ്ട്. കാലത്ത് 6 മണിക്കും വൈകിട്ട് 6 മണിക്കുമുള്ളിൽ കല്യാണം നടന്നിരിക്കണം, അല്ലെങ്കിൽ അത് ഇൻവാലിഡാണ്. കല്യാണം നടക്കേണ്ടത് അതിനുവേണ്ടിയുള്ള ഒരാലയത്തിനുള്ളിലായിരിക്കണം. വാസ്തവത്തിൽ ആഡിറ്റോറിയത്തിലാണ് ആളുകൾ കല്യാണം നടത്തുന്നതെങ്കിൽ അതിന് വാല്യൂ ഒന്നുമില്ല ഭരണകൂടത്തിൻ്റെ മുമ്പിൽ. പിന്നെയും ഉണ്ട് ചില കാര്യങ്ങൾ. ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പുരോഹിതന്, ഒരു പ്രീസ്റ്റിനാണ് അത് നടത്താൻ പറ്റുക. നമുക്കതിന് ഓർഡൈൻഡ് ആയ ഒരു പാസ്റ്റർക്കാണ് ആ കല്യാണം നടത്താൻ അവകാശമുള്ളത്. അങ്ങനെ നിബന്ധനകളുണ്ട്. ഈ നിബന്ധനയൊന്നുമില്ലാതെ രണ്ടുപേര് വിവാഹം കഴിച്ചാൽ അത് ഇൻവാലിഡാണ്, ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും. മാത്രമല്ല, അവരെ നിർത്തിക്കൊണ്ട് അവരുടെ വിവാഹം ആലോചിച്ച അനന്തരം ഒരു 3 ആഴ്ചകളിൽ ഈ കുറി നമ്മൾ വായിക്കും. അവർ തമ്മിൽ വിവാഹിതരായി തീരുന്നതിൻ്റെ ന്യായമായ തടസ്സങ്ങൾ ചോദിക്കും. ഇതൊന്നും ഇല്ലാതെ കല്യാണം നടക്കുമോ? സ്പെഷ്യൽ മാരേജ് ആക്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ആചാരമില്ലെങ്കിൽ, ഒരു അനുഷ്ഠാനമില്ലെങ്കിൽ ഇതൊക്കെ കാണാൻ ഇതിൻ്റെ സംവിധാനമൊക്കെ തനി വിരസമാകും. അതാണ് കാരണം. എല്ലാത്തിനുമുണ്ട് ചില ക്രമങ്ങളെ. പക്ഷെ ദുരാചാരമായാലോ അത് ഭീകരമാണ്. ദുരാചാരങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പലതരം ആചാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. ആ ദുരാചാരങ്ങൾ മാറിപ്പോകണം. ആചാരങ്ങൾ സദാചാരമാണെങ്കിൽ നിലനിൽക്കണം. അതും സമയബന്ധിതമാണ്. അപ്പം ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് എടുത്തു പറയത്തക്കതായ ഒരു ആചാരമുണ്ടോ? ദൈവവുമായി ബന്ധപ്പെട്ട് കല്യാണവും മരണവും ഒക്കെ മാറ്റി നിർത്താം. ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമുണ്ടോ എന്ന് വെച്ചാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനൊരു ഏതെങ്കിലും നിയമമുണ്ടോ? ഞങ്ങൾ പറയില്ല. പിന്നെയും പറയും, നിങ്ങൾക്കൊരു ദിവസം പ്രധാനമാണോ? ഞാൻ പറയുമല്ല. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രധാനമാണോ? ഞാൻ പറയുമല്ല. ഞായറാഴ്ച പ്രധാനമാണോ? അല്ല. പിന്നെ ഞായറാഴ്ച ആരാധന ലോകമാസകാലമുള്ള ക്രൈസ്തവർ ആ ദിവസം വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഗൾഫിലൊക്കെ ഉള്ള നമ്മുടെ സഭകൾ ഞായറാഴ്ചയല്ല, വെള്ളിയാഴ്ചകളിലാണ്. ഇപ്പോൾ സുവിശേഷ സ്വാതന്ത്ര്യമുള്ള ചിലയിടങ്ങളിൽ അത് സൺഡേ ആയി വരുന്നുണ്ട്, UAE പോലെയുള്ള രാജ്യങ്ങളിൽ. എന്നാലും വെള്ളിയാഴ്ചയാണ് പൊതുവെ ആരാധന. ഹോളിഡേ കിട്ടുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇനി വെള്ളിയാഴ്ച ആരാധിക്കാൻ പറ്റിയില്ല, മറ്റൊരു ദിവസമാണ്, അങ്ങനെ ശടിക്കാൻ പറ്റില്ല. ഒരു സമയമുണ്ടോ? രാവിലെ ഈ സമയം മുതൽ, അതുമില്ല. ഇനി ഒരു കൊടിക്കൂറ നിങ്ങൾക്ക് സ്വന്തമുണ്ടോ? അതുമില്ല. ഏതെങ്കിലും ഒരു നിറം നിങ്ങൾക്ക് ശ്രേഷ്ഠമായിട്ടുണ്ടോ? അതുമില്ല. ചുരുക്കി പറഞ്ഞാൽ, ഭൂമിയിൽ ഒരു സ്ഥലത്തോടോ ഒരു കൊടിക്കൂറയോടോ ഒരു നിറത്തോടോ അല്ലെങ്കിൽ ഒരു പുണ്യസ്ഥലത്തോടോ യാതൊരു വിധേയത്വവുമില്ലാത്ത
ഒരു സവിശേഷ സമൂഹമാണ് ക്രിസ്ത്യാനിറ്റി. നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അതിൻ്റെ തനിമ നശിച്ചുപോയി, അതിൻ്റെ രീതിഭാവങ്ങൾ നശിച്ചുപോയി, അതിൻ്റെ ഉള്ളടക്കങ്ങളെ വിട്ടിട്ട് മനുഷ്യൻ പ്രാകൃതങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾ അതിലേക്ക് കുത്തിത്തിരികി. നോക്കണം, സ്ലീഹന്മാർ പഠിപ്പിക്കാത്ത, സ്ലീഹന്മാരുടെ വീക്ഷണത്തിലില്ലാത്ത, യേശു ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത പരകോടി അനുഭവങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അതിനെ തനിമയെ മലീമസമാക്കിയപ്പോൾ ഈ സ്ഥിതിക്കൊരു മാറ്റം വരണം. ആ സ്ഥിതിക്കൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച നവീകരണ ചിന്തകന്മാരുടെ ഉള്ളിൽ രൂപപ്പെട്ട പ്രാർത്ഥനയും ആത്മാർത്ഥതയുമാണ് അപ്പോസ്തോലികമായ കാലത്തിലേക്ക് മടങ്ങിപ്പോകത്തക്ക വിധം ഒരു അഭിഷിക്ത സമൂഹം വാർത്തെടുക്കപ്പെട്ടതെങ്കിൽ ആ സമൂഹം ഇന്ന് രാത്രി ഉൾപ്പെടെയുള്ള സകലയിടങ്ങളിലെ യോഗങ്ങളിലും ഒരു കാര്യം ഉയർത്തും: ഞങ്ങൾക്ക് ഉയർത്തുവാൻ ഒരു സഭയുടെ പാരമ്പര്യമോ മഹിമയോ അല്ല, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ സവിശേഷതയല്ല, ഒരുവനെ ഞങ്ങൾ ഉയർത്തുന്നു. അവിടുത്തെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ ഉയർത്തുവാനാണ് ഈ സുവിശേഷ യോഗം. സമയം ചിലവഴിച്ച് പണം ചിലവഴിച്ച് നിങ്ങളും ഞാനിവിടെ വന്നതേ നസ്രായനായ യേശുവിനെ ഉയർത്തുവാനാണ്. കാരണം എന്ത്? ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഞാൻ ഉയർത്തപ്പെടുന്ന ഇടത്ത് സകലരും ആകർഷിക്കപ്പെടുമെന്ന് തെറ്റുപറ്റാത്ത യേശു തിരുവായി മൊഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഒരുമിച്ച് ഈ ദേശത്ത് യേശുവിനെ ഉയർത്തുമ്പോൾ ഈ ദേശം യേശുവിലേക്ക് ആകർഷിക്കപ്പെടും. അതിന് വിഘാതം നിൽക്കാൻ ഇരുട്ടിന്റെ ഒരു ശക്തിയും അനുവദിക്കാതെ നമ്മുടെ മധ്യേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വിശ്വസിക്കുന്നവരുടെ ഇടയിൽ ആ ദൈവ സാന്നിധ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അത് വ്യക്തി ജീവിതങ്ങൾക്കുള്ളിലേക്ക് ഇവിടെ പന്തലി വന്നിരിക്കുന്നവർക്കിടയിൽ മാത്രമല്ല, ഭവനത്തിൽ ഏകാഗ്രതയോടെ ആര് വചനം കേട്ടിരിപ്പുണ്ട് അവർക്ക് ഈ രാത്രി വചനം വിടുതലാണ്, വചനം രോഗശാന്തിയാണ്. 100 ചോദ്യങ്ങൾക്ക് വചനം ഉത്തരമാണ്. മനുഷ്യന്റെ മനസ്സിലും ശരീരത്തിലും അവന്റെ പരിസരത്തും അവന്റെ കാഴ്ചപ്പാടിലും മാനസികമാകട്ടെ ശാരീരികമാകട്ടെ സകലവിധ പ്രയത്നങ്ങളും പ്രശ്നങ്ങളും അവനെ സത്യേക ദൈവത്തിങ്കിൽ നകറ്റുമ്പോൾ ആ സത്യദൈവത്തിലേക്ക് അടുക്കാൻ കഴിയത്തക്ക വിധം വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനോഹര രാത്രി നമ്മൾ വന്നിരിക്കുക. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരും അന്യരല്ല. വചനത്തിന്റെ മുമ്പിൽ ഇതുവരെ നടക്കാത്ത വലിയ പ്രവൃത്തികൾ അവിടുന്ന് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ മഹത്തരമായ ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ ഇരുന്ന് വേണം ഈ തിരുവചനം ധ്യാനിച്ചു കൊണ്ടിരിക്കാൻ. അപ്പോൾ നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് അടുത്ത് വന്ന് കേൾക്കാം. സ്തോത്രം. പ്രിയരേ, ഈ യോഹന്നാന്റെ ലേഖനങ്ങൾ എഴുതിയ കാലത്ത് സഭ വളർന്നു. അതിന് ധാരാളം ഇടങ്ങളിൽ പ്രാദേശിക കൂട്ടായ്മകൾ ആരംഭിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യർ അന്ന് തന്നെ ഈ സഭയുടെ ഭാഗമായിട്ടുണ്ട്. ഒരു നൂറ്റാണ്ട് പോലും കഴിഞ്ഞില്ല, യോഹന്നാൻ ജീവിച്ചിരിക്കുക. ആ കാലത്ത് തന്നെ സഭ എക്സ്പാൻഡ് ചെയ്തു, പലയിടങ്ങളിലേക്ക് വ്യാപരിച്ചു. ഇതിന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, റോമക്കാരോട് പറയുക, നിങ്ങളുടെ വിശ്വാസം മുഴു ലോകത്തിലും പ്രസിദ്ധമായി കഴിഞ്ഞു, പലയിടങ്ങളിൽ ഇത് വ്യാപരിച്ചു. നിങ്ങൾക്കറിയണ്ടേ, ഈ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് ഇന്നെന്ന പോലെ അന്നും ഭരണകൂടങ്ങൾ എതിരായിരുന്നു, ഭയങ്കര എതിരായിരുന്നു. അതെന്താണെന്ന് പഠിക്കണം. അതിന് ചില കാര്യവും കാരണമുണ്ട്. വെറുതെ ഒന്നുമല്ല മനുഷ്യൻ എതിർക്കുന്നത്. നമ്മൾ എതിർക്കുന്നതിന് ന്യായമുണ്ടെന്ന് ആദ്യം പഠിക്കണം. നമ്മൾ എതിർക്കുന്നതിനുള്ള കാരണമുണ്ട്. ആ കാരണം ആദ്യം ഉൾക്കൊള്ളണം. ആദ്യം പറയാം, അത് നമ്മൾ ബോംബിട്ടത് കൊണ്ടോ, നമ്മൾ ബോംബിടുമെന്നൊന്നും ലോകത്ത് ആർക്കും അറിയില്ല. നമ്മളങ്ങനെ ചെയ്യുമെന്ന് ആരും പറയത്തില്ല. നമ്മൾ അക്രമം ഉണ്ടാക്കുമെന്നോ നമ്മൾ റോഡ് കയ്യേറുമെന്നോ ഒന്നും ആരും പറയില്ല. അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. നമ്മളെപ്പറ്റി ആകെ ഒറ്റ കാര്യമുള്ളൂ, മതം മാറ്റും. അങ്ങനെയാണ് മതം മാറ്റാൻ ചെല്ലുന്നത്. വേറെ ഒരു പരാതിയും നമ്മളെപ്പറ്റി ആരും പറയുന്നില്ല. പിന്നെ ഒറ്റപ്പെട്ട് മനുഷ്യരുടെ വല്ല തെറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് പറയും. അച്ഛന്മാരോ പാസ്റ്റർമാരോ ഒക്കെ തെറ്റ് ചെയ്താൽ അത് കൂടുതൽ പർവ്വതീകരിക്കും. കന്യാസ്ത്രീകളോ ബിഷപ്പുമാരോ ഒക്കെ ചെയ്താൽ അത് മറ്റുള്ളവർ ആഘോഷിക്കും. അതല്ലാതെ നമ്മളോട് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ലോകത്തിനില്ല, സ്നേഹം തന്നെ ഉള്ളൂ. നിങ്ങൾ ഇസ്രയേലിൽ ചെന്ന ഒരു കാഴ്ച കാണാം. അവിടെ പാലസ്തീനികളുണ്ട്, അവിടെ യഹൂദന്മാരുമുണ്ട്, ക്രൈസ്തവരുമുണ്ട്. നമ്മളറിയുന്ന പോലെ ഈ പാലസ്തീനികളും ജൂതന്മാരും നല്ല പ്രശ്നമാണ്, നമുക്കറിയാനുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ക്രൈസ്തവരുടെ പ്രത്യേകത, അവർ രണ്ടു കൂട്ടരോട് സ്നേഹമാണ്. പാലസ്തീനികളും പറയും അടി വെക്കാൻ പോകാതെ, യഹൂദന്മാരോടും പറയും നിങ്ങൾ അടി വെക്കാതെ ശാന്തമായിട്ട് പോകും. അപ്പോൾ നമ്മുടെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ ആ സ്ഥലം എങ്ങനെ കിടക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആ സാന്നിധ്യം അവർക്കറിയാം. അത് ഞാൻ സാധാരണഗതിയിൽ മറ്റൊരു രൂപത്തിൽ പറയാറുണ്ട്. ഏത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഇടത്തും ഈ റെഡ് ക്രോസിൻ്റെ ചുവന്ന കുരിശു വച്ച വണ്ടി ആ വഴി പോകാറുണ്ട്. ആ വണ്ടി ആരും വെടിവെക്കുകയല്ല, ആ വണ്ടി ആരും ആക്രമിക്കുകയല്ല. കാരണം അതിൽ മരുന്നാണ്, അതിൽ
യുദ്ധത്തിൽ വെടിയേറ്റ് വീഴുന്ന മുറിവേറ്റ് വീഴുന്ന മനുഷ്യനെ പെറുക്കിയെടുത്ത്, അത് പാകിസ്ഥാനിയാകട്ടെ ഇന്ത്യക്കാരനാകട്ടെ അവൻ ഉക്രൈൻകാരനാകട്ടെ, അവരുടെ മുമ്പിൽ മുറിവേറ്റവനെന്നേ ഉള്ളൂ, ഈ വണ്ടിയിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയാണ് പണമൊന്നും വാങ്ങാതെ. അതാണ് കന്യാസ്ത്രീകളുടെയൊക്കെ ജോലി. അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം അല്പം വികാരാധീനനായി ഇതേപ്പറ്റി പറഞ്ഞത്. അതൊന്ന് പഠിക്കാനുണ്ട്. ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കന്യാസ്ത്രീയോ ഒരു പുരോഹിതനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്ന പോലെ അതത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ഉണ്ടാവുക എളുപ്പമല്ല. നിങ്ങൾക്ക് ഇന്നറിയാം, ബൈബിൾ ഷൂട്ടുകളും സെമിനാരികളും ഒക്കെ കുട്ടികളില്ലാതിരിക്കുന്നൊരു കാലഘട്ടമാണ്. പഠിക്കാൻ ആളില്ല, ഭയാനകമായൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ പഠിച്ചിറങ്ങുന്നത് വിലപിടിപ്പുള്ളൊരു കാര്യമാണ്. അതിലേക്ക് ഞാനൊന്ന് വരാം. 8-10 വർഷങ്ങൾ കാത്തലിക്സ് ആണെങ്കിൽ 12 വർഷം, ഓർത്തഡോക്സും ജേക്കബൈറ്റ്സും പെന്തക്കോസ്തൽ ചർച്ചും എല്ലാം ഒരു സെമിനാറിലാണ് പഠിക്കുക. പലർക്കും അതറിയില്ല. അത് അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ ഒറ്റ സെമിനാറിലാണ് പഠിക്കുക. അംഗീകൃത സെമിനാറുകളാണെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങുക. പഠിക്കാൻ ചെന്ന് ചേരുമ്പോൾ 100-150 പേരാണ്. പെരിയാർ നിര 8-10 പേരേ കാണുള്ളൂ. ചെന്ന് ചേരുമ്പോൾ ഈ 100 പേര് 150 പേരിൽ നിന്ന് 8-10-15 പേരെ രൂപപ്പെടുത്തുന്ന വലിയ പ്രക്രിയ അവിടെ നടക്കുന്നത്. കന്യാസ്ത്രീകളുടെ അവസ്ഥ എന്താ? 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ പീഡിപ്പിക്കപ്പെട്ടു. അവർ മനുഷ്യക്കടത്ത് നടത്തിയതൊക്കെയാണ് പറയുക. അവർക്കതിൻ്റെ ആവശ്യമെന്നുള്ള കുടുംബത്തിൽപ്പെട്ടവരല്ലേ. അവർക്ക് അത്യാവശ്യം ജീവിത പശ്ചാത്തലമുണ്ട്. നല്ല കുടുംബത്തിൽപ്പെട്ട മനുഷ്യരാണ്. അവരെ മൃഗീയമായ അവസ്ഥയിൽ കയ്യേറ്റം ചെയ്യുകയും മനുഷ്യക്കടത്ത് നടത്തി എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവരൊക്കെ പ്രവൃത്തി എന്താ? നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന പോലെയല്ല. കേരളം നമുക്കൊക്കെ ഒരു സെയിം സോണാണ്. അതുകൊണ്ടാണ് സഭകളുടെ പേരിലൊക്കെ ഇത്രയും വലിയ അടി നടക്കുന്നത്. ഇവിടെ യാക്കോബയ, ഓർത്തഡോക്സ, പെന്തിക്കോസ, ബ്രദറനാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അടിക്കാൻ പറ്റും. പക്ഷേ കേരളം വിട്ടാൽ ഇതല്ല സ്ഥിതി. അവിടെ കാണുന്ന സകല മനുഷ്യരും അച്ഛനെ കണ്ടാലും പാസ്റ്ററെ കണ്ടാലും കന്യാസ്ത്രീയെ കണ്ടാലും അവർ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. ഒറ്റ കാര്യം, മതം മാറ്റാൻ വന്നിരിക്കുക. അങ്ങനെ ഒരു കാര്യമേ നമ്മുടെ മുമ്പിലില്ല. നമ്മൾ എന്തിനാ ചെന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹം അവരോട് പങ്കിടാനാ. അതിലുണ്ട് സകലതും. കുഷ്ഠരോഗികളുടെ വ്രണം കഴുകിക്കെട്ടാൻ, അവരുടെ വേദനകളിൽ പങ്കുചേരാൻ, ചേരിനിവാസികളുടെ കഷ്ടപ്പാടിൽ അവർക്കൊപ്പം ഇഴുകിച്ചേരാൻ. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രത്യയശാസ്ത്രത്തിനും വിജയം കൈവരിക്കാൻ കഴിയാതിരുന്നപ്പോൾ യേശുവിൻ്റെ സുവിശേഷമാണ് നാടിനെ മാറ്റിയത് എന്ന് അഭിമാന പുരസ്സരം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ എനിക്ക് നിങ്ങൾക്കും അത്തരത്തിലെ പ്രതിസന്ധി ഒന്നുമില്ലെങ്കിലും ആത്മാവിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പിൻബലം കൊടുക്കാനും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിത്വം കൊണ്ട് അർത്ഥമൊന്നുമില്ല. വേദനിക്കുന്ന പുരോഹിതന്മാരുണ്ട്. സഭയൊന്നുമല്ല വിഷയം. അവരനുഭവിക്കുന്ന ചില കഷ്ടതകളുണ്ട്. ആ പ്രതിസന്ധിക്ക് നടുവിൽ മനുഷ്യക്കടത്ത് ആരോപിച്ചും മറ്റു പലതും അവരുടെ പേരിൽ പറഞ്ഞും പീഡിപ്പിക്കുമ്പോൾ അവരെ കൈവിടുന്നതല്ല. കാരണം കൈവിടുന്നവരെ കുറിച്ച് പറയുക, അന്ന് അവർ അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. ഇവർക്ക് എന്തിനാ ഇതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, സഹായിച്ചില്ലെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരേണ്ടതേ അവരെ തള്ളിപ്പറയുന്ന വാക്കല്ല. പീഡിപ്പിക്കപ്പെടുന്നവനറിയാം അതിൻ്റെ വേദന. ആലോചിച്ചതൊക്കെ ഒരു കന്യാസ്ത്രീ അവർക്ക് നിരന്തരമായി ചേരി പ്രദേശങ്ങളിലെ ത്വക്ക് രോഗബാധിതരായ ആളുകളോടൊപ്പം ഇടപഴകിയപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിലും ത്വക്ക് രോഗമുണ്ടായി. അവർക്ക് ആർത്രൈറ്റിസ് ഉണ്ടായി. അവർ പൊട്ടിപ്പൊളിഞ്ഞ ആ ജയിലറയ്ക്കകത്ത് കിടക്കുമ്പോഴേ 8-9 ദിവസം കിടക്കുക. വടക്കേ ഇന്ത്യയാണെന്ന് ഓർക്കണം. വേണ്ടത്ര പരിഗണന ഉണ്ടാവില്ല. പലതരം പ്രശ്നങ്ങൾ, അത് ക്രിമിനൽ കുറ്റം ചുമത്തി കൊണ്ടിട്ടിരിക്കുക. ഈ സ്ഥലത്ത് കിടക്കുന്ന 9 രാവും പകലും അവിടെ കിടക്കുന്ന മനുഷ്യൻ്റെ മാനസികാവസ്ഥ സ്ത്രീയാണെന്ന് ഓർക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അതിൻ്റെ ഭീകരത എത്ര വലുതാണെന്ന്. അവർക്കിതിൻ്റെ ആവശ്യമുണ്ടോ? എന്തിനു പോയി എന്നൊക്കെ ചോദിക്കുന്നതിനപ്പുറത്ത് നിയോഗമുള്ളവരെ കൊണ്ടാ ദൈവം ചില വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് നിയോഗമുണ്ടെങ്കിൽ, ആത്മനിയോഗമുണ്ടെങ്കിൽ ദേശത്തെ മാറ്റിയെടുക്കാൻ പാകത്തിനുള്ള ഒരു ഉൾക്കരുത്ത് ദൈവം നമ്മുടെ എല്ലാം ഉള്ളിൽ തന്നിട്ടുണ്ട്. അതിനെ ഒന്ന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പുനർവിചിന്തനത്തിൻ്റെ രാത്രിയാകണമെന്ന്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവർ മാത്രമല്ല, ഈ പന്തലിന് പരിസരത്തിരുന്ന് വചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഉറങ്ങേണ്ട ഒരു സമയമൊന്നുമല്ല. കാലമാകെ മാറിയിരിക്കുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. പിശാച് അതിശക്തിയോടെ ഇളകിയിരിക്കുന്നു. ആകപ്പാടെ മാറിയിരിക്കുന്നു. ഈ പരിസ്ഥിതിയിൽ പ്രാർത്ഥനാ പുരസ്സരമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും അത്യന്താപേക്ഷിതമാകേണ്ട ഒരു കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുമുണ്ട് എന്ന് മറക്കാതിരിക്കുക. അപ്പോൾ യോഹന്നാൻ ഇത് എഴുതുന്ന കാലത്തിലേക്ക് വരാം. 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭ വ്യാപരിച്ചു. അതിൻ്റെ സംവിധാനങ്ങൾ ഇന്നെന്ന് കാണുന്ന പോലെയുള്ള ഹെഡ് ക്വാർട്ടറുകളൊന്നുമില്ല. നമ്മൾ ഈ കാണുന്ന പോലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത പഴയ കാലത്ത് സഭ വ്യാപരിച്ചു. അല്ലാതെ അത് വിജയിച്ചു. പക്ഷേ ഒരു പ്രശ്നം, നമ്മുടെ ഇരിക്കുന്ന ബൈബിളൊന്നും അവരുടെ ഇല്ല. പിന്നെ ഉള്ളത് ഈ ലേഖനങ്ങൾ, ചാക്രിക ലേഖനങ്ങൾ, അതായത് സർക്കുലേറ്റിംഗ് ലെറ്റർ. ഇവിടെ ഒരാഴ്ച നമുക്ക് കിട്ടും, അത് അടുത്ത ആഴ്ച വേറൊത്ത് കൊണ്ട് കൊടുക്കണം. അപ്പോൾ പഴയത് പണ്ടങ്ങനെ കേരളത്തിൽ നമുക്ക് ഒരവസ്ഥ ഉണ്ടായിരുന്നു. മിഷണറിമാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് സുറിയാനി ഭാഷയിലെ ബൈബിളാണുള്ളത്.
അത് തന്നെ എല്ലാ പോർഷനും ഇല്ല, അത് തന്നെ ഭാഗികമാണ്. ഇന്ന് ഓമല്ലൂർ വായിച്ചെങ്കിൽ അടുത്ത ആഴ്ച കോഴഞ്ചേരി കൊണ്ടുപോകുന്നത്, അങ്ങനെ കറങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതിനൊക്കെ മാറ്റം ഉണ്ടാക്കിയത് മലയാള ഭാഷയിലൂടെ ബൈബിള് വന്ന ശേഷമാണ് അല്ലേ? അപ്പോൾ തിമ്മപ്പാ പിള്ളയും ഒക്കെ ബൈബിള് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയൊരു കാലം. തോമസ് റമ്പാനാണ് ഇതിന് ആദിമകാല തുടക്കം കുറിക്കുന്നത്, ഫിലിപ്പോസ് റമ്പാൻ. അപ്പോൾ ഫിലിപ്പോസ് റമ്പാൻ്റെ കാലത്ത് ഈ പരിഭാഷയ്ക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. പക്ഷേ 4 സുവിശേഷങ്ങളെ ആദ്യകാലങ്ങളിൽ പരിഭാഷപ്പെടുത്താനായിട്ട് സാധിച്ചുള്ളൂ. ബൈബിള് സമ്പൂർണ്ണമായ അളവിൽ ഉണ്ടാകുന്നത് ആംഗ്ലിക്കൻ ചർച്ചുകൾ, ഇന്ന് നമ്മൾ CSI എന്ന് വിളിക്കുന്ന സഭകൾ കോട്ടയത്ത് വന്ന് പ്രവർത്തനം ആരംഭിച്ച അനന്തരമാണ് ഇന്ന് കാണുന്ന തരത്തിൽ ഈ പുസ്തകം നമ്മുടെ പക്കലേക്ക് എത്തുന്നത്. അതുവരെ വായന വിരളമായിരുന്നു, അർത്ഥമൊന്നും ആർക്കും അറിയില്ല. അങ്ങനെയാണ് നമ്മുടെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോസ്തലന്മാരുടെ അവസ്ഥ കേൾക്കണ്ടേ? അവർ പലരും തടവില, ചിലർ മരിച്ചു കഴിഞ്ഞു, അവരെവിടേക്കോ ചിതറിക്കിടക്കുക. ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷന് സൗകര്യമൊന്നുമില്ല. അപ്പോൾ ചില ബിരുദന്മാർ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി. അവർ യേശുവിനെ പറ്റി യേശുവോ അപ്പോസ്തലന്മാരോ ചിന്തിക്കാത്ത 100 കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിലൊരു കാര്യം നിങ്ങൾ കേൾക്കേണ്ടതാണ്. അവർ പഠിപ്പിച്ചൊരു കാര്യം, ഈ ശരീരം അല്ലെങ്കിൽ പദാർത്ഥം ഓർ മാറ്റർ ഈസ് ഈവിൾ ആൻഡ് സ്പിരിറ്റ് ഈസ് ഗുഡ്. ശരീരം അതിൽ തന്നെ കൊള്ളരുതാത്ത ഒന്നാണ്. ആത്മാവ് കുഴപ്പമില്ല, അത് നല്ല സാധനമാണ്. എന്താ പറയുന്നു? ചിലപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അല്ലേ? ശരീരം ഇതിൽ തന്നെ മാലിന്യമാണ്, തിന്മയാണ്, കുഴപ്പം പിടിച്ചതാണ്. ആത്മാവിന് ആ പ്രശ്നമില്ല. അപ്പോൾ ദൈവം ആത്മാവാണ്, അതും നമ്മൾ അംഗീകരിച്ചു. ആത്മാവായ ദൈവത്തിന് ഒരു ശരീരമെടുക്കാൻ സാധിക്കില്ല. ആത്മാവായ ദൈവം ശരീരമെടുത്തു എന്ന് വന്നാൽ ഈ ഗുഡ് ഈവിളായി മാറി, തിന്മയായി മാറി. ഒരു ഫിലോസഫിയാണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്ന ആളോ ദൈവമാണോ? അതേ. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായി എന്ന് പറയുന്നതോ അത് ശരിയല്ല. അപ്പോൾ നമ്മൾ കണ്ട ആളാരാ? അത് യേശുക്രിസ്തു. അപ്പോൾ ദേ ഡിനൈ ദ ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം അതങ്ങ് കളഞ്ഞു. ക്രിസ്തു ഒരു മനുഷ്യനേ അല്ല, ദൈവം മാത്രമാണ്. നമ്മൾ കണ്ടതറിയാ? നമ്മൾ കണ്ടത് മനുഷ്യനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു രൂപത്തെയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനല്ല. അത് വിശദീകരിക്കാൻ ഉപയോഗിച്ചൊരു പദം രസകരമാണ്, നിങ്ങൾക്കത് മനസ്സിലാകും. ഫാൻഡം എന്നൊക്കെ പറഞ്ഞ കഥയുണ്ടല്ലോ പണ്ട്. അത് അല്പം കൂടെ ലഘൂകരിച്ച് പറഞ്ഞാൽ നമ്മൾ ഈ മായാവി എന്നൊക്കെ പറയില്ലേ, വേണമെങ്കിൽ ഒരു ശരീരമാകാം, ഇല്ലെങ്കിൽ മാറി നിൽക്കാം. ഒരദൃശ്യ ശരീരം, ഒരു ഹാലൂസിനേഷൻ, നമ്മളെ തോന്നിപ്പിക്കും ഇങ്ങനെ ഉണ്ട്, പക്ഷേ ശരീരമില്ല. ഇതാണ് അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്. ഇതേ സമയത്ത് വേറൊരു വീട്ടിൽ നേരെ തിരിച്ചു പറഞ്ഞു, അവനെ ശരീരമാവുള്ളത്, ആത്മാവുണ്ട് നമ്മുടെ കൊണ്ട് തന്നെ, ദൈവത്വം ഇല്ല. ദൈവത്വം ഉണ്ട് നമുക്കുള്ള പോലെ, നമ്മൾ ദൈവത്വം ഇല്ലേ അതുപോലുണ്ട്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ യേശുവിൻ്റെ സമ്പൂർണ്ണ ദൈവത്വം നിരാകരിച്ചിട്ട് പറഞ്ഞു അവൻ മനുഷ്യനാണ്. ഇവിടുന്ന് ആ യഹോവാ സാക്ഷികളുടെയൊക്കെ ഉപദേശം ഡെവലപ്പ് ചെയ്യുന്നത്. അവർ ഡിനൈ ചെയ്യുന്നു യേശുവിൻ്റെ സമ്പൂർണ്ണ ദൈവത്വം. അവരുടെ വിശ്രമനുസരിച്ച് യേശുക്രിസ്തു എന്ന് പറയുന്നത് മനുഷ്യനാണ്. അത് മോശം മനുഷ്യനൊന്നുമല്ല, ലോകം കണ്ടതിലെ മഹാനായൊരു മനുഷ്യൻ, ദൈവപുത്രൻ, സൺ ഓഫ് ഗാഡ്, ഇതൊക്കെ പറയുക. പക്ഷേ അവർ പറയുന്നു, നമ്മുടെ ഫിലിപ്പിയർ പറയില്ലേ, അവൻ ദൈവരൂപത്തിലിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഈ വാക്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അങ്ങ് പറഞ്ഞു. അങ്ങനെയാ, അതൊന്നും അംഗീകരിക്കുന്നില്ല. അവരുടെ പരിഭാഷയിൽ പോലുമുണ്ട് ചില കൃത്രിമത്വം, അത് പറയാതിരിക്കാൻ തരമില്ല. ഈ പ്രസംഗം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യഹോവാ സാക്ഷികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബൈബിളൊന്ന് പരിശോധിക്കണം. ലോകത്ത് അനവധി ക്രൈസ്തവ സഭകളുണ്ടെങ്കിലും വ്യാഖ്യാനം പലതാണെങ്കിലും ആരും ബൈബിള് തിരുത്തിയിട്ടില്ല. ബൈബിള് മനഃപൂർവ്വം തിരുത്തിയിട്ടുള്ള ഒറ്റ കമ്മ്യൂണിറ്റിയെ ലോകത്തുള്ളൂ, അത് യഹോവ വിറ്റ്നസ്സാണ്. തെളിവ് തന്നേ ഞാൻ പറയൂ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് യഹോവ സാക്ഷികളുടെ ബൈബിളുണ്ട്, പുതിയ ലോക ഭാഷാന്തരം, ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ. അത് 2 തരമാണ് ബൈബിളുള്ളവരുടെ കയ്യിൽ. എന്ന് വെച്ചാൽ അവർ അധ്യാപകരിരിക്കുന്ന പുസ്തകമൊന്നും നമ്മുടെ ഈ തരില്ല, അത് വേറെയാണ്. നമുക്ക് വേറെ തരും, അവരുടെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ വേറെയാണ്. എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഉണ്ട്. രണ്ടും വരേണ്ട വഴിക്ക് ഞാൻ വരുത്തി.
മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയുള്ള ചില കുസൃതികൾ നമുക്കുണ്ട്. എന്തിനാ ഐസക് ന്യൂട്ടൻ്റെ പുസ്തകം വീട്ടിൽ വരുത്തിയ ആളാണ് നമ്മൾ. മനസ്സിലായില്ലേ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വന്ന്. അപ്പോൾ ഇതാണോ വലിയ പാട്? ഇത് കയ്യിലുണ്ട്. അപ്പോൾ ആ ബൈബിളിൽ ഞാൻ മനസ്സിലാക്കി തരാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതാണ് യൂഷ്വൽ ട്രാൻസ്ലേഷൻ. സാക്ഷികളുടെ വയൽ കിടപ്പുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അടുത്ത കേട്ടു, വചനവും ഒരു ദൈവമായിരുന്നു, വചനവും ഒരു ദൈവമായിരുന്നു. മനസ്സിലായില്ലേ? പണി പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. ഇതൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ പോട്ടെ. അപ്പോൾ റസൽ എന്ന് പറയുന്ന അതിൻ്റെ ആദിമ ചിന്തകൻ, അതിനു മുമ്പേ അരിയൂസ് എന്ന് പറയുന്ന ചിന്തകൻ, ഇവരെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞു, അവർ ഡിനൈ ചെയ്തു യേശുവിൻ്റെ ദൈവത്വം. അവർ ദൈവത്വം ഡിനൈ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ സമ്മതിക്കുകയില്ല. അവർ പറയും ദൈവത്വമൊന്നും ഞങ്ങൾ ഡിനൈ ചെയ്തിട്ടില്ല. പക്ഷേ എങ്ങനെ ചെയ്യുന്നറിയണ്ടേ? യേശുക്രിസ്തുവിൽ പിതാവിലുള്ള സമ്പൂർണ്ണ ദൈവത്വമുണ്ട് എന്ന വാദം ഡിനൈ ചെയ്തു. നമ്മളിലൊക്കെ ഉള്ളതുപോലെ കൂടുതലായി യേശുവിലുണ്ട്. അതിപ്പോൾ അവരെന്ത് വിട്ടുവീഴ്ച ചെയ്യണം അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. ധാരാളമായിട്ടുണ്ട്. അപ്പം മറിച്ചൊരു കൂട്ടർ പറഞ്ഞു അങ്ങനെയല്ല, യേശുവിൽ മനുഷ്യത്വം ഇല്ലാന്ന്, യേശു മനുഷ്യനല്ലെന്ന്. രണ്ടും അപകടകരമാ. രണ്ടും ക്രിസ്തോളജി അല്ല, രണ്ടും ക്രൈസ്തവൻ്റെ വിശ്വാസമല്ല, രണ്ടും ബൈബിളിലെ വിശ്വാസമല്ല. ബൈബിളിലെ വിശ്വാസം അനുസരിച്ച് അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനാണ്, സമ്പൂർണ്ണ മനുഷ്യൻ. ബൈബിളിൻ്റെ വീക്ഷണം അനുസരിച്ച് അവിടുന്ന് സമ്പൂർണ്ണ ദൈവമാണ്, ഒരു ഊനവുമില്ലാത്ത സമ്പൂർണ്ണ ദൈവമാണ്. അവിടുന്ന് ഇല്ലാതിരുന്നൊരു കാലമില്ല, ഇല്ലാതിരിക്കുന്നൊരു കാലമില്ല. ത്രികാലങ്ങളെ തിരുക്കരത്തിൽ വഹിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് യേശു ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. യേശുവിൽ ദൈവത്വം മാത്രമല്ല, സമ്പൂർണ്ണ മനുഷ്യത്വം. ഇവ രണ്ടും ഒരുമിച്ച് ഇഴുകിച്ചേരുന്ന ഒറ്റ വ്യക്തിത്വമേ ഉലകത്തിലുള്ളൂ. അതാണ് യേശുക്രിസ്തു. യേശുവിന് മനുഷ്യത്വം ഇല്ല എന്ന് പറഞ്ഞാലുള്ള അപകടം എന്താണെന്നറിയണ്ടേ? മനുഷ്യത്വം ഇല്ലെങ്കിൽ ക്രൂശിൽ മരിച്ചിട്ടില്ല, ക്രൂശിൽ മരിച്ചിട്ടില്ലെങ്കിൽ ഉയർത്തിട്ടില്ല, ക്രൂശിൽ മരിച്ചുയർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ പാപപരിഹാരം ഇന്നു വരെ നടന്നിട്ടില്ല. അതിനാ പൗലോസ് പറഞ്ഞത്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു വരുന്ന ഞങ്ങളുടെ അവസ്ഥയ്ക്ക് വിശദീകരിച്ചിട്ട് പറയുക, അത് ഭോഷ്കെന്ന് വരില്ലേ? അതുകൊണ്ട് ക്രിസ്തു ഒരിക്കലായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിന് കാരണം പറഞ്ഞു, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ അവകാശമാക്കേണ്ടതിന് ദ്രവിക്കാത്തൊരു ശരീരത്തോടു കൂടിയവൻ ഇഹലോകത്തിലേക്ക് വന്ന് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയപ്പോൾ ദ്രവിക്കേണ്ട ശരീരമുള്ള നമ്മെ തന്നെ മരണത്താൽ ഏകീഭവിച്ച് തന്നോട് ചേർത്തുകൊണ്ട് പുതുമനുഷ്യരാക്കി തീർത്തപ്പോൾ നാം ദൈവമക്കളായി. അതുകൊണ്ട് അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം നൽകി. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. നമ്മൾ ദൈവമക്കളായി. അങ്ങനെയാ. അപ്പോൾ ഇതിനെതിരെ അപ്പോസ്തലൻ ശാസിച്ചെഴുതുന്ന ഗ്രന്ഥമാണ് ഈ 1 യോഹന്നാൻ്റെ ലേഖനം. ആ ലേഖനത്തിലെ ഒരു പ്രസക്ത വചനമാണ്. അതിൽ ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല, അനിവാര്യമായ ചിലതിലേക്ക് പോവുകയാണ്. പ്രിയരെ, ഇവിടെ ഒരു പദം കണ്ടു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുക. നമുക്ക് അതിലേക്കൊന്ന് വരണം. എന്താണ് ഈ പിശാചിൻ്റെ പ്രവൃത്തി? ആദ്യം തെറ്റിക്കാതെ വാക്യം വായിക്കുമെങ്കിൽ ഒരാളൊന്ന് സഹായിക്കോ? വാക്യ തെളിവോടുകൂടി. അല്ലെ വായിക്കുന്നവരെയും മൈക്ക് കൊടുത്താലും മതി. ഒരു സഹായം ചെയ്യോ? തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഒന്ന് എടുത്തു വെച്ച് ഞാൻ നേരത്തെ പറയാം. തെറ്റിയെന്നോർത്ത് വഴക്കൊന്നും പറയില്ല, അതോർത്ത് പേടിക്കണ്ട. അപ്പോൾ നമുക്ക് യെശയ്യാപ്രവചനത്തിലേക്ക് വരാം. അതിൻ്റെ 14 അധ്യായത്തിൽ പരിചിതമായൊരു വേദഭാഗം, അതിൻ്റെ 13 വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചു. 12 മുതൽ യെശയ്യാ 14:12 മുതൽ. ഒരു മൈക്ക് അങ്ങ് കൊടുത്താൽ കൊള്ളാം. മൈക്ക് വേണം. മൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴോ എങ്ങനെ വേണമെന്ന് ഞാൻ പറയാം. മൈക്കിൽ കൂടെ പറ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ,
നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. തൽക്കാലം നിർത്തണം. നമുക്ക് എസെക്കിയേൽ 28:13 റെഡിയാക്കി വെച്ചോണം, 12 മുതൽ റെഡിയാക്കി വെച്ചോണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗ്രഹിച്ചു പോകണം. പിശാച് എന്താണെന്ന് അറിയണമല്ലോ. ആദ്യം നമുക്ക് പലർക്കും അറിവുള്ളൊരു കാര്യമുണ്ട്. അരുണോദയപുത്രനായ ശുക്ര, ഓ ലൂസിഫർ, നീ എങ്ങനെ നിലത്തു വീണു? വെട്ടിട്ട് നിലത്തു വീണു. ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൂതസഞ്ചയങ്ങളിൽ ഒരു വിഭാഗം ഗായക സംഘമുണ്ടായിരുന്നു. ആ ഗായക സംഘത്തിൻ്റെ തലവനെ വിളിച്ചു ലൂസിഫർ, മോർണിംഗ് സ്റ്റാർ, പ്രഭാത നക്ഷത്രം എന്നർത്ഥം വരുന്ന ഹീബ്രു വേർഡാണ് ലൂസിഫർ. ഈ ലൂസിഫറും കൂട്ടരും ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തു സംഭവിച്ചു? എസെക്കിയേൽ 28:12 മുതൽ. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വായിച്ചു വിട്ടു, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. തൽക്കാലം നിർത്താം. യെശയ്യാവിലേക്ക് തിരിച്ചു വരണം. റെഡിയായിട്ടിരുന്നോണം. ഇവിടെ രണ്ടും ചേർത്ത് പഠിക്കുമ്പോൾ രണ്ട് രാജാക്കന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന, ഒരിടത്ത് ബാബേൽ രാജാവാണ് കഥാപാത്രം, മറ്റിടത്ത് സോർ പ്രഭുവാണ് കഥാപാത്രം. ബാബിലോണ്യ രാജാവിനെ പരാമർശിച്ചുകൊണ്ടൊരു ദൂതന്റെ പേരിട്ട് വിളിച്ചു, ലൂസിഫർ, നീ വെട്ടറ്റ് നിലത്ത് വീണത് എങ്ങനെ? ഇനി ഇതിൻ്റെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട എസെക്കിയേലിലേക്ക് വരുമ്പോൾ പറയാണ്, സോർ പ്രഭുവിനെ കുറിച്ച് നീ ഒരു വിലാപം കഴിച്ച് അവനെക്കുറിച്ച് പറയേണ്ടത്, മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ, പ്രസക്ത ഭാവ ഞാൻ പറയുന്നത്, നിന്നിലുള്ള കൂടുകളുടെയും തടങ്ങളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഇംഗ്ലീഷിലും മറ്റും വായിച്ചാൽ മനസ്സിലാകും. നിന്നെ സൃഷ്ടിച്ച നാളിൽ നിന്റെ ശരീരത്തുണ്ടായിരുന്ന നാദസ്വരങ്ങളുടെയും കുഴലുകളുടെയും പണി, ദൈ പൈപ്സ് ആൻഡ് ഹാർപ്സ് മെയ്ഡ് ഔട്ട് ഓഫ് ഗാഡ്, നിന്നിലുള്ള നാദസ്വരങ്ങളുടെയും കുഴലുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നിന്റെ അന്തരംഗം സാഹസം കൊണ്ട് പുളഞ്ഞു. പാട്ടുപാടുമ്പോൾ മനോഹരമായി പുറത്തേക്ക് വരുന്ന ശബ്ദവീചികളിൽ, ഗാനത്തിൻ്റെ മനോഹാരിതയിൽ ആ സ്വർലോകം മുഴുവൻ ഇങ്ങനെ അമർന്നിരുന്ന് ലയിക്കുമ്പോൾ നിന്റെ അന്തരംഗം നിഗളിച്ചു. നിനക്കുള്ള താലന്തിൽ നിഗളിച്ചു, കഴിവിൽ നിഗളിച്ചു. ഇതിനാ തിരുവെടുത്ത് പറയുന്നത്, ജ്ഞാനി ജ്ഞാനത്തെ ചൊല്ലി പ്രശംസിക്കരുത്, ബലവാൻ ബലത്തെ ചൊല്ലി പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ. നമുക്കത് അംഗീകരിക്കുമ്പോഴേ പിശാച് നമ്മ വിട്ടോടും. നാദാ, ലഭിച്ചതൊന്നും കഴിവല്ല, നിന്റെ കൃപ. കഴിഞ്ഞ സെക്കൻഡ് വരെ അനുഭവിച്ചത് നിന്റെ കൃപ, കൃപ, കൃപ. അന്തരംഗം സാഹസം കൊണ്ട് പുളഞ്ഞു. മറയ്ക്കുന്ന കരുബേ, നിനക്കൊരു തോന്നൽ വന്നു,
ഞാൻ അത്യുന്നതനോട് സമനാകും. എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വെക്കും. ഇതിൽ പരം വേണോ? കക്ഷിയുടെ പ്രത്യേകത കേട്ടോ. നിന്നെ തീർത്ത നാൾ മുതൽ നടപ്പിൽ നീതികേട് കാണും വരെ നിഷ്കളങ്കനായിരുന്നു. അവിടെ വരെ കൊണ്ടുവന്ന ബൃഹത്തായ നിൻ്റെ അധ്വാനം നിഗളിച്ച് നീ തകർത്ത് കളഞ്ഞു. വചനം കേൾക്കുന്നവരെ, അഹന്തയുടെ നേരിയ അണുക്കളെങ്കിലും ഹൃദയത്തിൽ കിടന്ന് പരിലസിക്കുന്നുണ്ടെങ്കിൽ അത് രോഗമായി തീരും. ഞാൻ ആരോ ആണ്, നിങ്ങൾ ആരോ ആണെന്ന് തോന്നുന്ന ആ തോന്നലുകളെ മുഴുവൻ പടപൊരുതി ജയിക്കണം. ആ തോന്നലുകളാണ് പിശാച്. ആ തോന്നൽ കൊണ്ടാണ് 1, 2 ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയത്. പ്രസിദ്ധങ്ങളായ 21 നാഗരികതകൾ കടപുഴകി വീണത്. കോടിക്കണക്കിന് മനുഷ്യരുടെ രക്തം ചുടിയോര മണ്ണിൽ വീണത്. നിഗളത്തിൻ്റെ അതിരിവിട്ട ആത്മാഭിമാനത്തിൻ്റെ അത്തരമൊരു ബോധം ഇവനിൽ അങ്കുരിച്ചിട്ട് അവൻ ചിന്തിച്ചു, ഞാൻ സ്വർഗത്തിൽ കയറും. ദൈവം അവനെ അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ നിന്ന് മുടിച്ചു കളഞ്ഞു, സ്ഥാനഭ്രഷ്ടനാക്കി. പക്ഷെ യെശയ്യാവിലേക്ക് വരുമ്പോൾ അല്പം കൂടെ കട്ടി കൂട്ടി പറയുക, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഇതെന്നാ വെട്ടിയേ? സംഭവം ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പല്ലേ? ഞാൻ നിന്നെ ഏദനിലാക്കിയിരുന്നു, അങ്ങനല്ലേ? നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷെ പ്രശ്നം അതല്ലെന്ന്. കാര്യം അറിയാവുന്ന ആളുകളോടൊരു ചോദ്യം. ഇവനെപ്പറ്റി പറയാ, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഏത് ജാതി ഇവൻ താഴ്ത്തിയേ? യഹൂദനെയാ? സായിപ്പിനെയാ? ആരെയാ താഴ്ത്തിയേ? അങ്ങനല്ലേ കിടക്കുന്നേ? അതിനെയുണ്ടേ താഴോട്ട് വായിച്ചത്. വായിച്ചു? അല്ലല്ല, യെശയ്യാവിലേക്ക് വരാൻ ഞാൻ പറഞ്ഞല്ലോ. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? 16-ാം വാക്യം. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും. ഇവന്റെ വീഴ്ച കണ്ടിട്ട് ആളുകൾ പറയും ഭൂമിയെ നടുക്കുകയും, രാജ്യങ്ങളെ കുലുക്കുകയും, ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും, അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും. ഈ ലൂസിഫർ ഇടിച്ചു കളഞ്ഞ പട്ടണം ഏതാ? അതിന് മനുഷ്യനുണ്ടോ? മൃഗജാലങ്ങളുണ്ടോ? ന്യൂയോർക്ക് പട്ടണം ഇടിച്ചേ? ഏത് പട്ടണത്തെ ഇടിച്ചു? ആ പട്ടണങ്ങളെ ഇടിക്കുകയും ഭൂമിയെ മരുഭൂമിയാക്കി മാറ്റുകയും പിന്നെ തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. അതാരെ നിരൂപിക്കുന്നതാരാ? നീ അത് പോട്ടെ, അവൻ ഏതെങ്കിലും പട്ടണത്തെ ഇടിക്കട്ടെ. അപ്പം നമുക്കൊരു കാര്യം പിടികിട്ടി. ഇവൻ്റെ ഈ വീഴ്ചയും ഈ വെട്ടും അനന്തര സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ പട്ടണമുണ്ട്. അവനെ ചൊല്ലി ഭൂവാസികൾ ഉരുകിപ്പോയി, ആൾപ്പാർപ്പുണ്ട്. അപ്പോൾ ആദംഹവുമാർക്ക് മുമ്പ് ബൈബിളിൻ്റെ വീക്ഷണത്തിൽ മനുഷ്യനുണ്ടോ? കണ്ടോ? അതുമില്ല. കണ്ടോ? ബൈബിളിൻ്റെ വേദഭാഗങ്ങൾ മുമ്പും പിമ്പും വായിക്കാത്തതിൻ്റെ അപകടം മനസ്സിലായോ? പണ്ട് നമ്മളെ അപ്പച്ചന്മാർ ചാർട്ട് കെട്ടിയൊക്കെ പഠിപ്പിക്കും. ഇവിടെ കയറി ചോദിക്കാൽ മിണ്ടരുത്, അവിടെ ഇരിക്കട അഹങ്കാരി എന്ന് പറയും. നമ്മൾ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയും അല്ലേ? അപകടം മനസ്സിലായോ? താഴെ എഴുതിയിരിക്കുക, ഇവൻ ഭൂമിയിലെ പട്ടണങ്ങളെ ഇടിച്ചു, ഭൂവാസികൾ ഇവൻ്റെ നിമിത്തം ഉരുകി, ഇവൻ മരുഭൂമി പോലാക്കി നാടിനെ, നിന്നെ അതുകൊണ്ട് വെട്ടി താഴെയിട്ടു. അപ്പോൾ യെസക്കേലി പറയുന്ന സംഭവവും ഇതും തമ്മിൽ ഒരു ചേർച്ചക്കുറവ്, ഒരു പൊരുത്തക്കേട്. പിശാചിൻ്റെ പ്രവൃത്തിയിലെ അഴിപ്പാൻ മനുഷ്യപുത്രം വന്നെങ്കിൽ ആദ്യം ഇവനാരാന്ന് പഠിക്കണം. സന്തോഷമല്ലേ? ഒരു ഏകാഗ്രത ശ്രദ്ധയൊക്കെ വേണം, ശ്രദ്ധിച്ചിരിക്കണം. അതിലേക്ക് പറയാം. അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടറ്റ് നിലത്തു വീണത് എങ്ങനെ? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. യെശയ്യാ പറയുന്ന ഈ പ്രവചനം ഇന്നുവരെ നിറവേറിയിട്ടില്ല. ഇത് നിറവേറാനുള്ള പ്രവചനമാണ്. ഇതുവരെ നടപ്പിലായിട്ടില്ല.
കണ്ടോ, നിങ്ങൾ പിണങ്ങി പാടെ ലൈവിലും കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? നടന്നിട്ടില്ലെന്ന്. നടന്നത് എസക്കേൽ പറഞ്ഞതാണ് നടന്നത്. എസക്കേൽ പറഞ്ഞു, അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് ഞാൻ നിന്നെ മുടിച്ചു കളഞ്ഞു. അതായത് ഇവൻ്റെ സ്ഥാനത്തിന് ഭ്രംശം വന്നു. അത് ശരിയാ. ഈ പറഞ്ഞ പോലെ വെട്ടേറ്റ് നിലത്ത് വീണെങ്കിൽ, വെട്ടുകിട്ടി തകർന്നെങ്കിൽ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ശാസിച്ചതാരെയാ? പ്രാർത്ഥനയ്ക്കിടയിൽ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഭോ ഭീ എന്നൊക്കെ നോക്കല്ലേ, ഇതാരെയാണെന്ന് ചോദിച്ചു. രണ്ടും കൂടെ പറയരുത്. വെട്ടുകിട്ടി പോയവനെ പുറകെ പോയി പറഞ്ഞ അതൊരു അനീതിയല്ലേ? അവൻ തന്നെ പറയടാ, നീ കാണിക്കുന്ന മോശം, എന്നെ ദൈവം വെട്ടി ഒരു പരുവാക്കി ഇട്ടേക്കുക. ഈ ഐറ്റപ്പഴിയോട് നീ ഇങ്ങനെ കാണിക്കുമോ നമ്മൾ ചോദിക്കല്ലേ? പിന്നെ ആരെയും ശാസിച്ചേ? ഇനിയൊരു കൂട്ടരെ യുവത പറയുക, പാപം ചെയ്ത ദൂതന്മാരെ എന്നേക്കുമുള്ള ചങ്ങലയിൽ ബന്ധിച്ച് അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. കണ്ടോ, അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അവന്മാരെ ശാസിക്കാൻ പറ്റും? അവന്മാർ പറയും ശാസിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളിത് അപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ നമ്മൾ കാണാത്ത? അതും മാറ്റിവെക്കാം. അത് നമുക്കിതൊന്ന് ഗ്രഹിച്ചു പോകണമെങ്കിൽ പിശാചിൻ്റെ പ്രവൃത്തി അറിയാൻ പറ്റും. നമ്മളീ കണ്ടോലല്ല. നമ്മൾ പറഞ്ഞാൽ അതിലെ ചങ്ങല വലിച്ച് പോകുന്നുണ്ടു, ഇതിലെ ഇങ്ങോട്ട് മാറി, അയ്യടാ ദേഹത്തൊരു പെരുക്കം, ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അപ്പം ഇതൊന്ന് ഗ്രഹിച്ചു പോകണം. കാര്യം എന്താണ്? പിന്നെ ദേഹം വരുത്താൽ മതി അല്ലേ? മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആളുകൾ ഈ ഭൂതമൊക്കെ കളയുമ്പോൾ കൈയടിക്കുന്നത് ഭക്തി കൊണ്ടല്ല, പേടിച്ചാ. അവരെ വിചാരം ഈ കൈ ഇങ്ങനെ അടിക്കുന്നതിനനുസരിച്ച് ഇവൻ പോകുന്നതാണ്. ഒരിക്കൽ ഒരുത്തിന് ഭൂതം കയറിയപ്പോൾ ഈ ബൈബിള് കയ്യിലേക്ക് എടുത്തിട്ട് ആ ഭൂതത്തെ വിടുന്ന പാർട്ടി കുറച്ചു നേരം ഇങ്ങനെ വെച്ചിട്ട് ചോദിച്ചു, ഇതെന്താണെന്നറിയോ, ഇതെന്താണെന്നറിയോ, എന്താണെന്നറിയോ എന്ന് ചോദിച്ചു. പുള്ളി ശാന്തമായപ്പോൾ ഭൂതം പറഞ്ഞത്, എന്താന്ന് തനിക്കറിയായിരുന്നെങ്കിൽ താനതിട്ടിങ്ങനെ കാണിക്കില്ലായിരുന്നു. അതിൻ്റെ കാരണമുണ്ടോ? നമ്മൾ ഈ ഭൂതത്തെ സത്യം ജയിച്ചാണ് വിടുന്നത്. കാരണം അവന് ജീവിതത്തിൽ സത്യമില്ലാത്തവനാണ്. അവൻ ഭോഷ്ക്കും അവൻ്റെ. ഇതെന്തിനാ ഈ ബൈബിൾ ഇവൻ്റെ കൊടുക്കുന്ന എന്നവരും എനിക്ക് മനസ്സിലായിട്ടില്ല. ഭൂതം പിടിച്ചിരിക്കുന്നവരോട്ട് ബൈബിൾ കൊടുക്കുക, അപ്പോഴേ നമ്മുടെ ശുശ്രൂഷ പോയി. ബൈബിൾ നമുക്ക് തന്നാ ദൈവം സുവിശേഷം പ്രസംഗിക്കാൻ, നടുക്കൊരുത്തിനെ ഇരുത്തിയിട്ട് അവനോട് ഇത് പിടിക്കാൻ. ഇത് കണ്ടിട്ട് കർത്താവ്, എടാ കുഞ്ഞെ, നിനക്ക് തന്ന ബൈബിൾ നീ ഇവന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? നിനക്കൊരു ശുശ്രൂഷയൊക്കെ ഞാൻ തന്നു, ഇത് ആർക്ക് കൊടുത്തു? പിശാചിന് സത്യം ചെയ്യാൻ. ഞാൻ ഒരിക്കൽ കോടതിയിൽ ബൈബിൾ തന്നിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യില്ല, നിങ്ങൾ അകത്തിട്ടോളാൻ പറഞ്ഞു. ഇത് സത്യം ചെയ്യാൻ പാടില്ലാത്ത സാധനം ഇത് വെച്ചല്ലേ, നിങ്ങൾ അകത്തിട്ടു, ശിക്ഷ സ്വീകരിച്ചേക്കാം. എൻ്റെ പ്രമാണം അനുസരിച്ച് വേറെങ്കിലും സത്യം ചെയ്യാം, ബൈബിളൊക്കെ ഇതൊട്ടൊന്നും ചെയ്യില്ല. എന്താ പറഞ്ഞതെന്നറിയണ്ടേ? ഇത് സത്യം ചെയ്യാനുള്ള സാധനം അല്ലെന്ന്. അങ്ങനെയാണോ? സ്വർഗത്തെ ചൊല്ലി അരുത് വായിച്ചിട്ടില്ലേ? അപ്പോഴേ ഈ വക്കീൽ ആദ്യം മനസ്സിലാക്കുന്ന ഈ സംഗതി ഇല്ല. എന്നെ വാട്ടാൻ വേണ്ടി ആ വക്കീൽ ചോദിച്ചു, അപ്പോൾ കള്ളം പറയാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല. കള്ളം പറഞ്ഞാൽ അഗ്നിനരകത്തിന് യോഗ്യനാകുമെന്ന് അറിയാമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിയത്തില്ല. പിന്നെ അറിയത്തില്ലേ? ഇല്ല. ബൈബിളിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ എടുത്ത് കാണിക്കും. അങ്ങനെ ഇല്ല. ബൈബിളിലുണ്ടോ? കള്ളം പറഞ്ഞാൽ അഗ്നിനരകത്തിന് വിധിക്കുന്ന ബൈബിളിലുണ്ടോ? ഇല്ല. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലാണ് പുള്ളിക്ക് സംഗതി തെറ്റിപ്പോയി. ഇങ്ങനെ പറഞ്ഞേ, അത്യാവശ്യം ഇത് പഠിച്ചിട്ടേ ചെന്ന് നിൽക്കാവുള്ളൂ അല്ലേ? തിരിച്ചു വരാം. അപ്പോൾ സാത്താനെന്ന് പറഞ്ഞവനെ ഒന്ന് പഠിക്കണം. ലൂസിഫർ, അവൻ മറയ്ക്കുന്ന കെരൂബായിരുന്നു. ഈ കെരൂബുകൾ ചിലത് സ്ഥാനഭ്രംശം സംഭവിച്ച് ഇത്തരം നിഷേധാത്മ സ്പിരിറ്റുകളായി മാറി ഊടാടി മുഴുഭൂമിയിലും ഇപ്പം സഞ്ചരിക്കുക. അതിവിടെല്ലാം ഉണ്ട്. പിശാച് എല്ലായിടത്തും ഉണ്ടെന്ന്. വഴിയിലുണ്ട്, വീട്ടിലുണ്ട്. ഒരു കാര്യം പിശാചിനെ പറ്റി ഗുണപരമായി പറഞ്ഞാൽ, ഇത്രയും പഞ്ച്വാലിറ്റി ഉള്ള ഒരാളില്ല. നിങ്ങൾ ഇച്ചിരി ലേറ്റാലും അവൻ നേരത്തെ വരും. നമ്മൾ വീട്ടിൽ ചെല്ലുന്നതിന് അവൻ അവിടെ കാണും. അവൻ എന്തെല്ലാം ഇന്ന് പ്രോഗ്രാം ഇട്ടോ അതും ചെയ്യും, അഡീഷണലും ചെയ്യും. പ്ലാൻ ഇട്ടതൊക്കെ നടപ്പിലാക്കുമെന്ന് മാത്രമല്ല, അല്പം കൂടുതലും ചെയ്തിട്ട് സംതൃപ്തിയോടെ ഉറങ്ങുന്നത്. നമ്മൾ പ്ലാനിട്ട് എത്ര കാര്യം പോക്കായി, പലതും നടക്കാതെ ഒന്നല്ലേ? അതാ സാത്താൻ. സാത്താൻ്റെ ലക്ഷ്യം കഴിയുമെങ്കിൽ തൻ്റെ വൃഥനെ വഴിതെറ്റിക്കണം. അതാ ലക്ഷ്യം. ഈ മുഴുവൻ മണ്ഡലങ്ങളിലും പിശാചുക്കളുണ്ട്. പക്ഷെ അത് നമ്മുടെ കണ്ണിൽ നിന്ന് ദൈവം മറച്ചിരിക്കുന്നു. സകല മനുഷ്യൻ്റെയും
എന്താ കാര്യം? കണ്ടാൽ നമ്മൾ പേടിക്കുമെന്ന്, കണ്ടാൽ ഭയപ്പെട്ടു പോകും, നമ്മൾ കാണരുതെന്നോർത്ത് മറച്ചിരിക്കുന്നു. കാണരുതെന്നോർത്ത് മറച്ചേക്കാണ്. എങ്കിലും ചില സമയത്ത് കണ്ടുപോകും. അങ്ങനെ കണ്ടവരും അനുഭവമുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തൊരു കാലം, അങ്ങനെയൊക്കെ നമുക്കൊരു കാലമുണ്ടല്ലോ. ഞാൻ ആദ്യം ഇവിടെയൊക്കെ വരുമ്പോൾ ബൈക്കിലാണ്. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയിട്ട് വരുമ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ബെഞ്ചിൽ ഭയങ്കര സൗണ്ടാണ്, ഇതെല്ലാം കിടുകിടുക്കുകയാണ്. അങ്ങനെ ഒരുതപ്പെട്ട വിഷയമൊന്നും വന്നാൽ പേടിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അന്ന് ആകെ വിഷമിച്ചു പോയി. വണ്ടി നിൽക്കുമ്പോൾ ഒരു ശബ്ദമില്ല, ഒരു കുഴപ്പമില്ല, തിരിഞ്ഞു നോക്കി ആരുമില്ല. പക്ഷെ പുറകിലൊരാൾ ഇരിക്കുക. ഒരു വിധത്തിൽ പറന്നു എല്ലാ ട്രാഫിക് നിയമങ്ങളെയും വെല്ലുവിളിച്ച് ശാസിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞ് ബൈക്കെല്ലാം അവിടെ വെച്ചു. ചായ കുടിച്ച് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങി. നേരം വെളുത്തിൻ്റെ വൈഫ് ഇല്ലുമ്പോൾ ഈ ബൈക്കിൻ്റെ പിന്നിൽ ഞാൻ പ്രസംഗിക്കാൻ പോയ വീട്ടിലെ ആൻറ്റി ഒരു തേങ്ങ കെട്ടി വെച്ചേക്കുക. പാവ ഉപദേശി കഴിച്ചോട്ടെന്ന് ഓർത്ത് തന്നാ. ഇതായി ശാസിച്ചെല്ലാം കിടന്നു 1.5 മണിക്കൂർ. മനസ്സിലായില്ലേ? എന്തോ ഞാൻ ജീവിതത്തിൽ അതുപോലെ ശാസിച്ചിട്ടില്ല. നാട്ടുകാരൊക്കെ കേട്ടോന്നാ. ഇപ്പം അത് പിന്നെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, നമ്മുടെ ഒരു ഭാഗ്യം. ഇത്രയും ആത്മാർത്ഥമാണ് ഞാൻ ശാസിച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്നാലും ഈ പരിസരത്തവനുണ്ട്, ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഈ നിരീശ്വരവാദികളൊക്കെ നമ്മളോടിങ്ങനെ സംസാരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഈ ജീവചരിത്രമൊക്കെ ഇങ്ങനെ എഴുതി വന്നപ്പോൾ ഒരു സംഭവം എഴുതി. ഞാനും പ്രിൻസുവാസമൊക്കെ ഏകദേശം ഒരേ കാലത്ത് പഠിച്ചവരാണ് കോളേജിൽ. അപ്പം ഞാൻ ചെറിയൊരു ജോലി ചെയ്ത് പഠിക്കുന്ന ആളാണ്. ജോലി ചെയ്ത് പഠിക്കുന്ന ഒരു അപമാനമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു ഷോപ്പിൽ ജോലിയാണ്, രാത്രിക്ക് അവിടെ ജോലി ചെയ്യണം. അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഉറങ്ങണ്ടേ, രാവിലെ കോളേജ് കയറണം. അപ്പോൾ ഉറക്കം കിട്ടാതെ വരുമ്പോൾ ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്നവരുണ്ട്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്നവർ നമ്മുടെ ഷോപ്പിൽ കയറി അത്യാവശ്യമൊക്കെ കഴിച്ച് വർത്തമാനമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചോദിക്കും, എവിടെ വീട്? അത് ഇങ്ങനെ ആ കനാപ്പുലത്താണ്. ആ കനാപ്പുലത്ത് ഈയിടയ്ക്ക് ഒരാൾ ആത്മഹത്യ ചെയ്തതിൻ്റെ ആ വഴിക്കല്ലോ ആണോ? അല്ല ഈയിടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത ശരി ഒരു 10-40 വയസ്സുള്ളൊരു മനുഷ്യൻ. ഞാനാ കണ്ടിട്ട് പേടിച്ചു കേട്ടോ, അവൻ്റെ ആ കോലമൊക്കെ. ഈ കുറേ വിശദീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ അവിടെ നിന്ന് പോവുകയല്ല. പിന്നെ അന്ന് അവിടെ തങ്ങും, നമ്മളവിടെ കിടന്ന് ഉറങ്ങും. നേരം വെളുക്കുമെന്ന് വിളിച്ചേക്കണമെന്ന് പറയും. പിന്നെ അവൻ എത്രയും ചെയ്തല്ലേ എന്നോർത്ത് കുറ്റബോധം കൊണ്ടൊരു ചായ ഫ്രീ. അങ്ങനെ എത്ര പേരെ ഞാൻ വെളുപ്പിനെ വിട്ടേക്കെന്നറിയോ? മനസ്സിലായില്ലേ? അന്നാ മനസ്സിലാക്കിയ ഈ മനുഷ്യൻ്റെ പേടി വിളി കാണുന്നതല്ല. നമ്മുടെ വീട്ടിലൊക്കെ ചില ആൾക്കാരും എന്തിന്, ചില പാസുമാർക്ക് പോലും വന്നാൽ പേടിയാണ് വീട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ. ഞങ്ങൾ ഈ വീട്ടിൽ അത്യാവശ്യം ഈ കഥ പറയുമ്പോഴേ പിള്ളേർ കറിയാം, ഇന്ന് പോവുകയില്ല, കയ്യിൽ റെഡിയാക്കിക്കോളാൻ പറയാം. അന്നേരം ചില നേച്ചർ കാണുമ്പോഴേ നമുക്കറിയാം ഇന്നിവിടെ തങ്ങും. ഒത്തിരി കഥകളുണ്ട്, ഇങ്ങനത്തെ അനുഭവങ്ങൾ പറയാം. പോവില്ല, ആരെയും കുഴപ്പമില്ലെന്നേ. ഭയം ഒരു യാഥാർത്ഥ്യമാണ്. അപൂർവ ഘട്ടങ്ങളിൽ ഒരു പ്രത്യേക കൃപ ലഭിച്ചവരതിനെ ജയിക്കും. ആ കൃപയില്ലാത്തവർ ഇന്ന് ജയിച്ചോണം. ഹല്ലേലൂയ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ നമ്മെ പരിപാലിക്കും. അതൊരു ഇമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് പടർന്നു കയറട്ടെ. ഭയമുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. അങ്ങനെ വെറുതെ വിടത്തില്ല. ജയമെടുത്ത് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയം ഒന്ന് പഠിക്കണം, പാതി വഴി കൊണ്ട് വച്ചിരിക്കുക. അപ്പോൾ ഈ പിശാചുക്കൾ പല രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ദൈവം മറച്ചു, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ആ വഴി ചിന്തിക്കരുത്. ആ മണ്ഡലം മറച്ചു വച്ചിരിക്കുക. മറച്ചു വെച്ച സാത്താന്യ ശക്തികളെ കുറിച്ചറിയാൻ മനുഷ്യൻ നടത്തിയ ശ്രമത്തിൻ്റെ പേരാ മന്ത്രവാദം. മനസ്സിലായില്ലേ? ദൈവം മറച്ചു വെച്ചു, നീ പോയി അറിയരുത്, അറിഞ്ഞ പ്രശ്നമാണ്. എന്നിട്ടും മനുഷ്യൻ മന്ത്രതന്ത്രാദികളിലൂടെ ഇത്തരം ശക്തികളെ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തി ഏകാഗ്രത കൂടിയ മന്ത്രോച്ചാരണങ്ങളുടെ തലമൊന്ന് പിന്നിട്ടപ്പോൾ അവനും ആ ദുരാത്മാവും തമ്മിൽ സമ്പർക്കമായി. എന്നിട്ടേ ഭാഗിക സത്യങ്ങൾ ഈ മാന്ത്രികനത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒന്നുറപ്പിച്ചു, അയാൾ പറയുന്നതെല്ലാം കള്ളമല്ല. മറ്റൊന്നുകൂടി ഉറപ്പിച്ചു, അയാൾ പറയുന്നതെല്ലാം ശരിയുമല്ല.
അയാൾ കള്ളം പറയുന്നത് മനഃപൂർവ്വമല്ല, ശരി പറയുന്നത് മനഃപൂർവ്വമല്ല. ഈവിൾ സ്പിരിറ്റ്, പൈശാചിക ശക്തികൾ അയാളിലൂടെ പ്രവർത്തിച്ച് ആ സമൂഹത്തെ വഴിതെറ്റിക്കണം. 100 സത്യങ്ങൾക്കിടയിൽ ഒരു കള്ളം ചേർത്ത് പറയണം, അല്ലെങ്കിൽ 100 കള്ളങ്ങൾക്കിടയിൽ ഒരു സത്യം ചേർത്ത് പറയണം. കൈനോട്ടക്കാരൻ, മഷിയിട്ട് നോക്കുന്നവൻ, ഭാവി കഥനം ചെയ്യുന്നവൻ 100 സത്യങ്ങൾക്കിടയിൽ ഒരു കള്ളം ചേർത്ത് വെച്ച് മാരകമായ വിപത്തുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സ്പിരിറ്റുകൾ നമ്മോട് ഇടപെടാതിരിക്കത്തക്ക വിധം ദൈവം കൊട്ടിയടച്ച വഴി മനുഷ്യൻ മാന്ത്രിക സിദ്ധാന്തങ്ങൾ വഴി കണ്ടുപിടിക്കുന്നു. ഈ വിവരസാങ്കേതിക വിദ്യയുടെ യുഗത്തിൽ മന്ത്രവാദം ശക്തിപ്പെടുക. ജൂതന്മാർക്കിടയിൽ പോലും ഏറ്റവും മാരകമായ മന്ത്രവാദങ്ങൾ, മാരകമായ തരത്തിലെ കാഴ്ചപ്പാടുകൾ. നിങ്ങൾ ബഹുമാനനായ കൂക്ക് സാഹിബിൻ്റെ ജീവിതത്രം വായിക്കണം. കൂക്ക് സാഹിബ് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ചിലതരം പരിപാടിയുണ്ട്, ചൂണ്ടുമർമ്മം. ചൂണ്ടിക്കഴിഞ്ഞാൽ ആൾ അനങ്ങാതെ അവിടെ നിൽക്കും. സാഹിബ് ചിരിച്ചിരിച്ച് ഒരാളോ ചൂണ്ടിക്കഴിഞ്ഞ് അവിടെ നിൽക്കും അല്ലേ. രോഗം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം സാഹിബിനെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു കാരണവർ ഇങ്ങനൊന്ന് ചൂണ്ടി അനങ്ങാൻ പറ്റില്ല. അദ്ദേഹം ജീവിതത്തിൽ എഴുതിയിരിക്കുക, വായിക്കണം. അപ്പോൾ പിശാചുക്കൾക്ക് ചിലതരം ശക്തിയുണ്ട്. ഇത്യാദി അമാനുഷിക കർമ്മങ്ങളെല്ലാം പൈശാചിക. ചിലതരം കായികാഭ്യാസികളെ കണ്ടിട്ടില്ലേ, അടുത്തവനെ വകവരുത്തണം, ആ തോന്നൽ പൈശാചികമാണ്. കൊടും കുറ്റവാളികളെ കണ്ടില്ലേ, ഇവനൊന്ന് തിരുത്തി വരണമെന്ന് ആഗ്രഹമുണ്ട്, തിരിച്ചു വരാൻ വയ്യ, മാരക പാപം ഇത്തരം ശക്തിയായി അവൻ്റെ ഉള്ളത്തിൽ വസിക്കുക. തിരിച്ചു വരാൻ വയ്യ, ഒരു അഡിക്ഷൻ. കൊടിയന്മാർക്കൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുള്ളവരാ. അവനും വിവാഹം കഴിക്കണം, നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം, അപ്പനെ അമ്മയെ നോക്കണം, 100 ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് ആ ചെറിയ ബോധം വീഴുമ്പോഴൊക്കെ ആ ദുഃഖം പങ്കിടുന്നത്. എല്ലാ പ്രതിജ്ഞയും എടുത്തിട്ട് പെട്ടെന്ന് ലംഘിക്കാൻ കാരണം എന്താ? സാത്താന്യ ശക്തികൾ വഴിതെറ്റിച്ച് കൊണ്ടുപോവാ ഇത്തരം ആളുകളെ. പക്ഷെ ഒരു കാര്യം, പഴയ നിയമം മുഴുവൻ പഠിച്ചാൽ സാത്താൻ എന്നതിനെപ്പറ്റി ഇതിൽ പരം വലിയ അറിവ് നമുക്ക് കിട്ടത്തില്ല. മറ്റൊന്ന്, സാത്താനെ ശാസിച്ചോടിച്ചു വിട്ട ഒരു വചനവും പഴയ നിയമത്തിലില്ല. അതിനൊരു അപവാദം, ശൗലിൻ്റെ മേൽ ദുരാത്മാവ് വന്നു. ദാവീദ് കിന്നരം വീട്ടിയപ്പോൾ അതൊന്ന് മാറി നിന്നു, വീണ്ടും വന്നു, വിട്ടുപോയില്ല. എന്നാൽ പുതിയ നിയമം തുടങ്ങുമ്പോഴേ പിശാചുക്കൾ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ ഭയചകിതരായി ഓടിയകന്നപ്പോൾ അവർ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഭൂതങ്ങൾ കീഴടങ്ങുന്നു എന്ന് വാർത്ത കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, അതിനിത്ര ചാടാനൊന്നുമില്ല, അതിലിത്ര സന്തോഷിക്കാൻ വരട്ടെ. എന്താ കാര്യം? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങാൻ ഒരു കാരണമുണ്ട്. കാരണം ഇത്രേ ഉള്ളൂ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി എന്ന് അവറ്റകൾക്ക് പിടികിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ ചെന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ അവയങ്ങ് ഓടിയത്. വരേണ്ടവൻ വന്നപ്പോൾ പിശാചുക്കൾ ഓടി. മനസ്സിലായല്ലോ? പുതിയ നിയമത്തിലാണ് പിശാചുക്കളെ ശാസിക്കുന്നത്. മാത്രമല്ല, ഈ പിശാചിനെ മനസ്സിലാക്കിയതും നമ്മളാണ് അവരെക്കാൾ. അവർക്ക് അനുഭവമൊക്കെ ഉണ്ട് നമ്മളെപ്പോലെ. പക്ഷെ ആരാണ് ഈ സാത്താൻ? അവർക്ക് പിടികിട്ടിയത് എപ്പോഴാണെന്നറിയണ്ടേ? നമുക്ക് പിടികിട്ടി, നമ്മളെ തന്നെ എടുക്കാം. പഴയ നിയമം മുഴുവൻ നിങ്ങൾ വായിച്ചാൽ പിശാചെന്നൊരു പദമില്ല മലയാളം ബൈബിളിൽ. സാത്താനെന്നുണ്ട്. സാത്താൻ അതിൻ്റെ അർത്ഥം തടസ്സം നിൽക്കുന്നവൻ എന്നാണ്. പുതിയ നിയമത്തിൽ കിടക്കുന്നത് പിശാച് അഥവാ ഡയോബോലസ്, അർത്ഥം അപവാദി അല്ലെങ്കിൽ പ്രതിയോഗി. അതാദ്യം കാണുന്ന മത്തായിയുടെ സുവിശേഷം 4:1. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവിടെയാണ്. അപ്പോൾ പിശാച് അവിടെ ഉണ്ട്. ഇനി നമ്മൾ ആകെ വെളിപ്പാടിൽ കണ്ടത് പാമ്പ്.
പാമ്പെന്ന് അവിടെ വിളിച്ചു, പിന്നീട് സാത്താനെന്ന് വിളിച്ചു, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിശാചെന്ന് വിളിച്ചു, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പിശാചും സാത്താനുമായ പഴയ പാമ്പ്. ഇത് വെളിപ്പാട് 12 കാണുന്നുണ്ട്. വെളിപ്പാട് 12 സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. ആ സ്ത്രീയെപ്പറ്റി പറയുമ്പോൾ ആകാശത്ത് മറ്റൊരടയാളം കൂടി കാണായി, ഒരു മഹാസർപ്പം. ആ സർപ്പം ഈ സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ വിഴുങ്ങാൻ വരുമ്പോൾ ആ സർപ്പത്തെ നോക്കിക്കൊണ്ട് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യക്തത കൈവരുന്നു. പ്രവാചകൻ പറയുകയാണ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ കടലിൽ നിന്നൊരു ജീവി പുറപ്പെട്ടു. കടലിൽ നിന്ന് പുറപ്പെട്ട ജീവിയുടെ ഉടല് പുള്ളിപ്പുലിയുടെ, വായ സിംഹത്തിൻ്റെ, കാല് കരടിയുടെ. ഇതൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ? അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയല്ല. ഒറ്റ വാക്കിൽ ആ ജീവിക്കൊരു പേര് പറയാം, എതിർ ക്രിസ്തു. അതൊരു മനുഷ്യനാണ്. ആകാശത്തൊരു പാമ്പിനെ കണ്ടു, കടലിൽ നിന്ന് മൃഗീയ സ്വഭാവമുള്ള ഒരു മനുഷ്യനെ കണ്ടു, എതിർ ക്രിസ്തു. ഇനി വെളിപ്പാട് 12-ന്റെ 13-ലേക്ക് വരും, 13-ന്റെ 12-ലേക്ക് വരുമ്പോൾ മറ്റൊന്നുകൂടി കാണാം. കരയിൽ നിന്നൊരു ജീവി വരുന്നു, കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. ഈ 3 ആളും കൂടെ ചേരുന്ന ആ ചേരുവയുടെ പേരാണ് പിശാച്. മനസ്സിലായോ? ഇല്ല. പിശാചിൽ ഈ 3 ഘടകമുണ്ട്. ഒന്നുകൂടെ ലളിതമാക്കി പറഞ്ഞാൽ, പിശാചിൽ ലൂസിഫർ എന്ന പഴയ പാമ്പ്, വരാനിരിക്കുന്ന എതിർ ക്രിസ്തു എന്ന തന്ത്രശാലിയായ സൂത്രശാലിയായ ഒരു മനുഷ്യൻ. ഇവർക്ക് 2 പേർക്കും ഇടനിലക്കാരനായി വർത്തിക്കുന്ന കള്ളപ്രവാചകൻ എന്ന മറ്റൊരാൾ. ഇവർ അനുകരിക്കയാണ്. ലൂസിഫർ ശ്രമിച്ചത് സത്യദൈവത്തിന് തുല്യനാകാം, ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും, എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വെക്കും. ഈക്വലൈസ് ചെയ്യാനോ മുതിരാനോ ശ്രമിച്ചപ്പോൾ എതിർ ക്രിസ്തു ചെയ്തത് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്, കുഞ്ഞാടെന്ന പോലെ സംസാരിച്ച് ആളുകളെ വഴിതെറ്റിക്കുക. കള്ളപ്രവാചകൻ ചെയ്യുന്നതേ വഴിതെറ്റിച്ച് മനുഷ്യരെ കൊണ്ട് വിഗ്രഹാരാധികളാക്കുക, മൃഗത്തിന് പ്രതിമയുണ്ടാക്കി അതിനെ നമസ്കരിക്കുക, മൃഗത്തിന് ശക്തി കൊടുക്കുക, മൃഗത്തിൻ്റെ ഏജൻസിയായി സംസാരിക്കുക. ഇവർ 3 കൂടുന്ന ആ സത്വത്തെ വിളിക്കുന്ന പേരാണ് പിശാച്. 3-ൽ ഒരാളെ വിളിച്ചാലും പിശാചാണ്, 3 പേരെയും ചേർത്ത് വിളിച്ചാലും പിശാചാണ്. ഏകദേശം മനസ്സിലായോ? മനസ്സിലായി. എന്നാൽ വേഗത്തിൽ അത് തീർത്തിട്ട് നമ്മുടെ ഉള്ളടക്കത്തിലേക്ക് വരാം. നിങ്ങൾ ആ ലൂസിഫറിൽ ഇങ്ങനെ കുടുങ്ങി നീക്കുക. അപ്പോഴേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാലവിളംബമന്യേ വരും. വരവിനോട് ബന്ധപ്പെട്ട് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ലൂസിഫർ എന്നവനെ പൂട്ടും. അതോട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമുള്ളത്, എതിർ ക്രിസ്തു എന്നവനും കള്ളപ്രവാചകനുണ്ടല്ലോ സാത്താൻ്റെ കൂടെയുള്ള, ഇവരെ പിടിച്ച് ഗന്ധക തീപ്പൊയ്കയിൽ തള്ളും. അത്രേ മനസ്സിലായോ? മനസ്സിലായില്ല? അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ചെറിയ ചെറിയ പൊയ്കയെല്ലാം കൂടെ ഒഴുകി ഗന്ധക തീപ്പൊയ്കയിൽ ചേരും. മനസ്സിലായില്ലേ? നമ്മളിവിടെ ഒത്തിരി പൊയ്യുണ്ട്, അല്ലെ? അവസാനം എവിടെ ചെല്ലും? പാർഷക്ക് മനസ്സിലായില്ലേ? പാർഷക്ക് മനസ്സിലായിട്ട് മനസ്സിലാകാതെ പോലെ ഇരുന്ന് ചിരിക്കുക. ഗന്ധകത്തിപ്പൊയ്ക അതിലേക്ക് പോയി ചേരും. അച്ഛനിപ്പോഴാണ് ക്ലിക്കായതല്ലേ? അപ്പോൾ ഗന്ധക തീപ്പൊയ്യെ 2 പേരെ ഇട്ടു. ആരൊക്കെയാ? മൃഗവും കള്ളപ്രവാചകനും. മറ്റവനോടാ പൂട്ടിയിട്ടു. കർത്താവ് വന്ന ശേഷം കേട്ടോ. ഇവരവിടെ ചെല്ലുന്നതിന് മുമ്പേ മറ്റൊരു കൂട്ടർ കിടപ്പുണ്ട്. ആ പണ്ടൊരു വട്ടം ദൂതഗണങ്ങളെ പൂട്ടിയിട്ടിട്ടുണ്ട്. യൂദായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, മരെ തുറന്നു വിടുന്നുണ്ട്. വെളിപ്പാട് 9 അഗാധ കൂപം തുറന്നു, പാതാള വെട്ടി കിളിപ്പട പുറപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ നരകലോകം മുഴുവൻ ഈ നരകം കലക്കിക്കൊണ്ടിരിക്കുക. മാരവിടെ കിടക്കുമ്പോൾ ലൂസിഫർ എന്നവരെ ക്യാപ്റ്റൻ മാത്രമില്ല, ക്യാപ്റ്റൻ ഇല്ലാതെ ഇവർ മാത്രം നരകലോകത്ത് ഇങ്ങനെ
അവൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മില്ലേനിയം ഓപ്പൺ ചെയ്യും. 1000 ആണ്ട് വാഴ്ച തൻ്റെ ഭക്തരെയും കൊണ്ട്. ഇത്രയും വരെ കൃത്യം വന്നേ. 1000 ആണ്ട് വാഴ്ച എന്തിനാ? ഏദനിൽ നഷ്ടപ്പെട്ടു പോയ ആദമ്യ ലോകത്തിൻ്റെ പ്രതാപം പുനഃസ്ഥാപിക്കുക. ആദമേ പാപം ചെയ്യാതിരുന്നെങ്കിൽ നിന്റെ ഒരു ദിവസം ഇങ്ങനെ ശിശു 100 വയസ്സുള്ളവനായി മരിക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. കുട്ടികൾ അണലിയുടെ ആ സുഷിരത്തിൽ കൈയിടും. അത്തരമൊരു ലോകം വരാൻ പോവാ. അണലി കടിച്ചാലൊന്നും വിഷമില്ലാത്ത കാലം വരാൻ പോവാ. ഇന്നിപ്പം അതിഥി അളിയനാന്നൊക്കെ പറഞ്ഞു പോയി അണലിയെ പിടിക്കുന്നവന്മാരുണ്ട്. നമുക്കൊരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞ് പാമ്പിനെ കയറി പിടിച്ചിട്ട് പാമ്പും കൊത്തിയിട്ട് പോവാ. മനസ്സിലായില്ലേ? പക്ഷെ അന്ന് കുഞ്ഞുങ്ങൾ ഈ അണലിയെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ടയർ ഉരുട്ടി പണ്ട് നമ്മൾ കളിക്കുന്നപോലെ കളിക്കുന്നു. കടിക്കാൻ തോന്നുകയല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അണലി ഇങ്ങനെ കടിക്കാനായിട്ട് വരുമ്പോഴേക്ക് അതിൻ്റെ ശരീരഭാഷ മുഴുവൻ മാറിപ്പോയിട്ടുണ്ട്. കടിക്കണ്ടെന്നാവും. ഞാനത് പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഈ ദാനിയിൽ സിംഹക്കൂട്ടി കിടക്കുമ്പോൾ സിംഹത്തിന് വിശപ്പുമുണ്ട്, കഴിച്ചാൽ കൊള്ളാവുന്നതുണ്ട്. മനസ്സിലായോ? ദാനിയിൽ അങ്ങോട്ട് ചെന്ന് വീണു. വാ തുറക്കാൻ പറ്റുന്നില്ല. സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു പോലെ അവിടെ ഇരിക്കുക. ചുരുക്കി പറഞ്ഞാൽ സിംഹം ഇങ്ങനെ ദാനിയലിനെ ചുംബിച്ചു വിട്ടു. തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വാ തുറക്കാൻ വയ്യ. അങ്ങനെ ചെന്നായും കുഞ്ഞാട് ഒരുമിച്ച് മേയുന്ന കുട്ടികൾ അവയെ കൊണ്ട് കളിക്കുന്ന 1000 ആണ്ട് വാഴ്ച ഏദനിക് സിസ്റ്റം പുനഃസ്ഥാപിക്കും. ലൂസിഫറിനെ പൂട്ടിയിടും. സാത്താനില്ലാത്ത, ഇരുട്ടില്ലാത്ത, തിന്മയില്ലാത്തൊരു ലോകം കാണിച്ചു തന്നിട്ടേ കർത്താവായ യേശുക്രിസ്തു രാജാതിരാജാവായി ഭരിക്കുമ്പോൾ തൻ്റെ കാന്തയായ തിരുസഭ ക്രിസ്തുവിനോട് കൂടെ ഭരിക്കും. അന്ന് ഭൂമിയിൽ ജനനം പിന്നെയുണ്ട്. അത് തിരുസഭയ്ക്കല്ല. കാരണം നമ്മൾ ദൂതതുല്യരായി. വീണ്ടെടുക്കപ്പെട്ട മറ്റു ചില യഹൂദന്മാരും മറ്റ് ജാതികളുമൊക്കെ അവിടെ ഉണ്ട്. അവർക്ക് പ്രജനനമുണ്ട്. ആ തലമുറയിൽ നിന്നുണ്ടാകുന്ന ആളുകളിൽ ചിലരെ സാമന്തന്മാരായി വാഴിച്ചിട്ട് രാജ്യം വിഭജിച്ചു കൊടുത്തിട്ട് കർത്താവ് സാമ്രാജ്യാധിപതിയെപ്പോലെ സമാധാനകാംക്ഷിയായി ഇഹലോകം ഭരിച്ച് ശാന്തസുന്ദരമായ ഒരു ആദർശ ലോകം കാഴ്ചവെക്കും. ആ ആദർശ ലോകത്തിൻ്റെ കാലഘട്ടം തീരുമ്പോൾ ലൂസിഫറിനെ അഴിച്ചുവിടും. ലാസ്റ്റ് മൊമെൻറ്റിൽ അവനൊരൊറ്റ പരിപാടി ഇതിൻ്റെ ഇടവഴി. ഈ സാമന്തന്മാർ ചിലരെ കൈകളെടുത്തുകൊണ്ട് പറയും, 1000 വർഷം യേശു ഭരിച്ചല്ലോ, ഇനി നമുക്കിതൊന്ന് തിരിച്ചു പിടിക്കണ്ടേ? നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കും, ഞാൻ സഹായിക്കാം. തകർച്ചയുടെ അന്ത്യനിമിഷത്തിലേക്ക് അവൻ അടുക്കുമ്പോൾ അധികാരമോഹം ചിലരിൽ വീണ്ടും കുത്തിവെച്ച്, അത് സഭയല്ല കേട്ടോ, മുമ്പ് പറഞ്ഞ കക്ഷികളെ, അവരെ യേശുവിനെതിരെ തിരിപ്പിച്ച അന്തിമ യുദ്ധത്തിന് വരും. ആ രംഗമാ സങ്കീർത്തനം 2. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതെന്ത്? അവർ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ ഒരുമിച്ച് കൂടുന്നതെന്ത്? എന്നിട്ട് പറയാ, ഇത് കണ്ടിട്ടേ ക്രിസ്തുവിനെ ഭരണസിംഹാസനത്തിൽ നട്ടിമറിച്ചുകൊണ്ട് രാജ്യം പിടിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഭൂമിയിലെ രാജാക്കന്മാരെ ബുദ്ധിവടിക്ക്. കാരണം പിതാവിത് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞ പിതാവിത് കണ്ടിട്ടേ ന്യായവിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി അവൻ കോപിക്കും. നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം, ക്ഷമ പറയണം. ഇതാ 2-ാം സങ്കീർത്തനം. അത് പ്രവചനമാണ്. അപ്പോൾ വീണ്ടും ഭൂതലത്തിലെ മനുഷ്യനെ തെറ്റിക്കാൻ ഈവിൾ സ്പിരിറ്റുള്ള ഈ ലൂസിഫർ നടത്തിയ അന്തിമ ശ്രമം അങ്ങോട്ട് നടക്കുമ്പോൾ അവനെ നമ്മുടെ മിഖായേൽ ഇടപെട്ട് ഒരു വെട്ടിയവൻ അർഹതപ്പെട്ട അഗ്നിനരകത്തിലേക്ക്, ലേക്ക് ഓഫ് ഫയറിലേക്ക് ചെന്ന് പതിക്കും. അവനങ്ങോട്ട് ചെന്ന് ഭവിക്കുന്ന രംഗം ഈ ഭൂതലത്തിലെ അതിനു മുമ്പേ കടന്നുപോയ മൃഗവും കള്ളപ്രവാചകനും പണ്ടേ കടന്നുപോയ ക്ഷുദ്രാത്മാക്കളായ ചില ജീവജാലങ്ങളുണ്ടല്ലോ,
ഇവയെ ഇളക്കും. അവർ ചോദിക്കുന്ന ചോദ്യമാ, അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ? വല്ലതും മനസ്സിലായോ? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, 1000 ആണ്ട് വാഴ്ചയിലേ, ഭൂമിയും അതിലെ പട്ടണങ്ങളും ഇടിച്ചവനെ, ഭൂതലത്തെ മുഴുവൻ മരുഭൂമിയാക്കാൻ ശ്രമിച്ചവനെ, നീ ഞങ്ങൾക്ക് തുല്യനായോ? അങ്ങനെയെങ്കിൽ ആരാണ് ഈ ഞങ്ങൾ? ഇത് പണ്ടേ നടന്നാണെങ്കിൽ ഞങ്ങൾ ആരാണ്? 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുന്ന പ്രവചനം യെശയ്യാവ് മുൻകൂട്ടി പറഞ്ഞതാ. അപ്പം നിങ്ങൾക്കൊരു സംശയം, ഇത് പാസ്റ്റ് ടെൻസിൽ എന്തിനാണ് എഴുതിയിരിക്കുന്നത്? വീഴുവോ എന്നല്ലല്ലോ, വീണതേന്നല്ലേ. അതാ പ്രവചനത്തിൻ്റെ സ്വഭാവം. തെളിവ് തരാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടും പറയുമ്പോൾ ശിശു ജനിച്ചിട്ടുമില്ല, മകൻ നൽകപ്പെട്ടിട്ടുമില്ല. 700 കൊല്ലം കഴിഞ്ഞു. പിന്നെന്തിനാ ഇങ്ങനെ പറയുന്നത്? അത് പ്രവചനത്തിൻ്റെ ഒരു സ്വഭാവമാണ്. സംഭവിച്ചതുപോലെ സംഭവിക്കാനിരിക്കുന്ന കാര്യം പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവന്മാർ പോട്ടെ. അപ്പോൾ പ്രവചനം നിറവേറേണ്ട സ്ഥലം പിടിയിട്ടോ? മില്ലേനിയ ശേഷം മാത്രമേ ഈ പ്രവചനം നിറവേറൂ. വ്യക്തത വന്നോ? മനസ്സിലായി? സൗകര്യമാർക്ക് മനസ്സിലായോ? മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു ഇപ്പോൾ തോന്നുന്നു. അതാ മനസ്സിലായത്. അത് എനിക്ക് മനസ്സിലായി. ഇവിടെ നിന്നപ്പോൾ നീട്ടിക്കൊണ്ടുപോകാൻ നേരമില്ല. നമുക്ക് അടുത്തിലേക്ക് കിടന്ന് ഇവൻ്റെ പ്രവൃത്തി അതിനെ എങ്ങനെ പുത്രൻ അഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വിഷയം ക്രോഡീകരിച്ച് തീർക്കാം. സന്തോഷമല്ലേ? പിശാചിൻ്റെ പ്രവൃത്തികൾ കൃത്യം നിരവധി ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ പിശാചിൻ്റെ പ്രവൃത്തികളാണ്. തിന്മകൾ മുഴുവൻ പിശാചിൻ്റെ പ്രവൃത്തികളാണ്. ഒരു നാട്ടിൽ നടക്കുന്ന തിന്മയുടെ മുഴുവൻ അധികാരി പിശാച. പക്ഷേ എനിക്കും നിങ്ങൾക്കും മനസ്സുണ്ടെങ്കിലേ അവൻ നമ്മിൽ ഇടപെടും. അതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദി അവനല്ല. തെറ്റ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദി തെറ്റ് ചെയ്തവനാ, പിശാചല്ല. പക്ഷെ അതിൻ്റെ മീൻസ്, അതിൻ്റെ ആയുധം നിങ്ങളും ഞാനുമാ, അല്ലെങ്കിൽ സമൂഹമാ. നിസാരങ്ങളായ ചില കാരണങ്ങളാണ് ലോകത്തെ തമ്മിലടിപ്പിച്ചത്. വാഗ്വാദങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് ചെന്നാൽ നിസാരങ്ങളായ കാര്യങ്ങളാണ് മനുഷ്യരാശിയെ തമ്മിലടിപ്പിച്ച് ഇനിയും ഇണങ്ങാത്ത വിധത്തിൽ 100 യുദ്ധങ്ങൾക്ക് വേദി ഒരുക്കിയത്. അതുകൊണ്ട് തിന്മയ്ക്കെതിരെയുള്ള പടപ്പുറപ്പാടാണ് വാസ്തവത്തിൽ ക്രിസ്ത്യൻ ലൈഫ്. അത് പറയുമ്പോൾ നമ്മുടെ ചിന്ത തീരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ഒരിക്കൽ ഇരുട്ടിലായിരുന്നു, അന്ധതയിലായിരുന്നു, അജ്ഞതയിലായിരുന്നു. ഞാൻ മിക്ക യോഗങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, പലപ്പോഴും നമ്മൾ കേട്ടു ഇന്ത്യ എന്ന മഹാരാജ്യം, അതിനൊത്തിരി പാരമ്പര്യങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട്, മഹത്തരമാണതിൻ്റെ പാരമ്പര്യം. ഈ കഥകൾ കേട്ട് 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 നമ്മളും അത് ശരിയാണെന്നൊക്കെ ധരിച്ചിട്ടുണ്ട്. അത്തരം മൂല്യങ്ങളുടെ ഭൂതകാലത്തിലേക്ക് പോയാൽ വേദനാജനകമായ ഒട്ടേറെ ചരിത്രങ്ങൾ അതിൽ അന്തർലീനമായി കിടപ്പുണ്ട്. അതിലൊന്നാണ് ഞാൻ പറയാറുള്ളത് സതി. ക്രൂരമായൊരു പീഡ. പിഞ്ചോമനകളെ ഭർത്താവിൻ്റെ ചിതയിലിട്ട് കത്തിക്കുക. 40, 50, 60 വയസ്സ് പ്രായമുള്ള വൃദ്ധന്മാർ 3, 4 വിവാഹമായി കൊച്ചു പെൺകുട്ടികളെ വിവാഹം കഴിക്കും. പ്രായാധിക്യം കൊണ്ട് മരിച്ചു പോകുന്ന ഈ മനുഷ്യൻ്റെ ശരീരത്തോട് ചേർത്ത് കിടത്തി അവരെ ദഹിപ്പിക്കും, ജീവനോട് ദഹിപ്പിക്കും. ശൈശവ വിവാഹം. ശൈശവ വിവാഹം എല്ലാ ജാതികൾക്കുമിടയിൽ നിലനിന്നിരുന്നു. അറിയില്ല എന്തിന് മഹാനായ മഹാത്മജിയും അംബേദ്കറും ഒക്കെ പോലും ശൈശവ വിവാഹം കഴിഞ്ഞവരാ. ചെറുപ്രായത്തിൽ വിവാഹം കഴിഞ്ഞു. ആ കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥിതിയതാ. ഇത്തരത്തിലെ വീവത്സങ്ങളായ തെറ്റുകൾ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. ഇനിയുമുണ്ട്. വിധവയായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ പുനർവിവാഹമില്ല. നമുക്ക് തോന്നും എന്തിനാ വിധവയ്ക്കിനി പുനർവിവാഹം? വിധവ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന തരത്തിലെ ഒരു പ്രായമല്ല. നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പ്രായമുള്ളൊരു അമ്മച്ചിയല്ല, അല്ലെങ്കിൽ മധ്യവയസ്കയല്ല. അന്നത്തെ വിധവയുടെ പ്രായം 12 വയസ്സാ, 13, 14 വയസ്സാ. ഇത്തരം പെൺകുട്ടികൾ പുനർവിവാഹം കഴിച്ചാൽ മതാചാരങ്ങൾ തെറ്റിപ്പോകും. വലിയ പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു പൊതുയോഗത്തിൽ സംസാരിച്ച വീഡിയോ നിങ്ങൾ കണ്ടു കാണും. പ്രിയപ്പെട്ടവരെ, 1857 മുമ്പ്
ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുമ്പോൾ അവരൊരു തീരുമാനമെടുത്തു, ഞങ്ങൾ ഇന്ത്യയിലെ ഒരാചാരവും മാറ്റില്ല, ഇന്ത്യക്കാരുടെ മതവിശ്വാസങ്ങളിൽ ഇടപെടത്തില്ല. പക്ഷെ അങ്ങനെ നിന്നിട്ടും അവർക്ക് ചില കാര്യങ്ങൾ ഇടപെടേണ്ടി വന്നു. അതിലൊന്ന്, ഏതാണ്ട് 9 വയസ്സ് പ്രായമുള്ള ഫൂൽമണിദാസ് എന്നറിയപ്പെടുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ 35-40 വയസ്സ് പ്രായമുള്ള ഹരിചന്ദ് എന്നറിയപ്പെടുന്ന ഒരു യുവാവ് വിവാഹം കഴിച്ചു. വിവാഹത്തിന്റെ 3-ാം ദിവസം ഈ പെൺകുട്ടി ചോര വാർന്ന് മരിച്ചു. ബീഭത്സമായി പ്രശ്നം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ 8 വയസ്സിലെ വിവാഹപ്രായമാണെന്ന് കുറഞ്ഞത് അത് 10 വയസ്സിലേക്ക് മാറ്റി. 10 വയസ്സിലെ വിവാഹപ്രായം അത് 10 വയസ്സിലേക്ക് മാറ്റുക മാത്രമല്ല, അടുത്തൊരു കാര്യം കൂടി ചെയ്തു. 1829 സതി എന്നറിയപ്പെടുന്ന പ്രാകൃതമായൊരു ദുരാചാരം ഇന്ത്യയിൽ എന്നേക്കുമായി നിരോധിക്കപ്പെട്ടത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്താണ്. ബെൻഡിങ് പ്രഭു ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ആ നിയമം റദ്ദ് ചെയ്തു. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ വിധവമാരുടെ പുനർവിവാഹം, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ പ്രായം അത് വർദ്ധിപ്പിച്ചു. 3-ാമത്തെ കാര്യം കൂടി പറഞ്ഞു. ഇത് കണ്ട് ഇന്ത്യയിൽ അന്ന് ഇതിനെതിരെ വലിയ കലാപം ഉയർത്തിക്കൊണ്ട് ദേശീയവാദികൾ രംഗത്ത് വന്നു. നിങ്ങളിപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ രംഗത്ത് വന്ന ചിലരുടെ പേര്, അതിലൊരാൾ സാക്ഷാൽ ബാലഗംഗാധര തിലകനായിരുന്നു. ലോകമാന്യ ബാലഗംഗാധര തിലകൻ ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിച്ചത് ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ട. എന്താണ് കുട്ടികളുടെ പ്രായമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം. ഇതിനാണ് വിദേശ ഇടപെടൽ എന്ന് പറയുന്നത്. വിദേശികൾ ചെയ്തെങ്കിലും ശ്രേഷ്ഠകരമായൊരു കാര്യമാണെന്ന് കാണാൻ കഴിഞ്ഞില്ല. അതാണ് ബാലഗംഗാധര തിലകൻ പറഞ്ഞതെങ്കിൽ ഇതിനോട് തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയെ നമ്മളറിയും, വന്ദേ മാതരം എഴുതിയ ഈ ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ എതിർത്തു. ഈ എതിർപ്പിന്റെ ശബ്ദമാണ് 1857 നമ്മൾ മഹത്തായ വിപ്ലവം എന്ന പേരിൽ പഠിക്കുന്നത്, 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ പേരിൽ പഠിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ജനാധിപത്യം പുലർന്നു കാണാനോ നീതിയിൽ അധിഷ്ഠിതമായ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ആയിരുന്നില്ല. മറിച്ച് ബ്രിട്ടീഷുകാർ ഇടപെട്ട് ഞങ്ങളുടെ വിവാഹപ്രായം മാറ്റുന്നു, സതി നിരോധനം പോലെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇത് പറഞ്ഞ് തെരുവിലേക്കിറങ്ങുക മാത്രമല്ല, 75,000 സ്ത്രീകളെ പൂനെയുടെ തെരുവീതിയിലൂടെ നടത്തിക്കൊണ്ട് സതി തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുപോയി. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇന്ന് വന്നിരിക്കുന്നത്. നാളുകൾക്കപ്പുറത്ത് ഞങ്ങൾ പൂനെയിൽ പോയപ്പോൾ തെരുവീതിയിലൂടെ സ്ത്രീകൾ സമരം മുടക്കി സതി തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ സ്ഥലങ്ങൾ ഞാൻ അവളെ കാണിച്ചു കൊടുത്തു. ചരിത്രപരമായി പ്രസക്തിയുള്ള ആ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു. നോക്കണം, ഞങ്ങൾ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കും, നിങ്ങളാര് ബ്രിട്ടീഷുകാരെ എന്ന് ചോദിച്ചുകൊണ്ട് ഈ വഴി യാത്ര ചെയ്തെങ്കിൽ ഒരു കാര്യമുണ്ട്, നിയമം മൂലം ബെൻഡിങ് പ്രഭു ഒരു ഉത്തരവിട്ടത് ഇങ്ങനെയായിരുന്നു: ഇതിൻ്റെ അതിർത്തിയിൽപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ സതി അനുഷ്ഠിക്കുന്നത്, ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ സ്ത്രീയെ പ്രേരിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണ്ടുകൊണ്ട് തുറുങ്കിലടയ്ക്കും. യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകയില്ല. നിയമത്തിൻ്റെ കാഠിന്യം ഇങ്ങനെ രൂപപ്പെടുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആളാരാണെന്നറിയണ്ടേ? അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസൻ. ആരായിരുന്നു അദ്ദേഹം എന്നറിയണ്ടേ? സാക്ഷാൽ വില്യം ഗേരി. ഇംഗ്ലണ്ടിലെ കെറ്ററിംഗ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു ഷൂ നിർമ്മിക്കുന്ന മനുഷ്യനായി, ഒരു ചെരുപ്പ് കുത്തിയായി ജീവിതം ആരംഭിച്ച, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ടവൻ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് സുവിശേഷം അറിയിക്കാൻ കടന്നു വന്നപ്പോൾ കൺമുമ്പിൽ എരിഞ്ഞമരുന്ന നിരവധി സ്ത്രീകളുടെ കണ്ണീര് കണ്ടപ്പോൾ ഇതൊന്ന് മാറ്റിമറിക്കണമെന്ന് ആഗ്രഹിച്ച് പല ശ്രമങ്ങൾ നടത്തി. അതൊന്നും വിജയിക്കാതെ വന്നപ്പോൾ, നാട്ടുകാരെ ബോധവൽക്കരിക്കാൻ തുനിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, നിങ്ങളൊന്നും ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടേണ്ട. പക്ഷെ വില്യം ഗേരി പിന്മാറിയില്ല. നിരവധി കത്തുകൾ അയച്ചുകൊണ്ട് ലണ്ടനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേന്ദ്രത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് ആ കൂടെ തദ്ദേശീയനായ രാജാറാം മോഹൻ റോയ്, അതുപോലെ തന്നെ ബഹുമാന്യനായ വാർഡും മാർച്ചും ഒക്കെ ചേർന്നുകൊണ്ട് നിരന്തരം നടത്തിയ ആ കത്തിടപാടുകളുടെ പരിണിത ഫലമായി 1829 സതി ശാശ്വതമായിട്ടങ്ങ് നിരോധിച്ചു. നോക്കണേ, 10 വർഷം എടുത്തുന്നു കഠിനാധ്വാനത്തിന്. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, 10 വർഷം മുമ്പുള്ള പല പ്രാർത്ഥനയ്ക്കും ഇന്ന് രാത്രി ഉത്തരവുണ്ട്. ഇന്ന് പ്രാർത്ഥിച്ചിട്ടോ 10 അല്ല 100 കൊല്ലം കഴിഞ്ഞ് അടുത്ത തലമുറയ്ക്ക് വേണ്ടത് ഉയരത്തിൽ സമ്പാദിച്ചു കൊള്ളണം. പലരും പിന്തിരിപ്പിച്ചു, വില്യം ഗേരി ഇന്ത്യയിൽ ഇത് സാധിക്കില്ല, നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കില്ല. വില്യം ഗേരി വിളിച്ചു പറഞ്ഞു, ദൈവത്തിങ്കൽ നിന്ന് വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വലിയത് ചെയ്യുക.
ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യണം, ദൈവത്തിങ്കിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കണം. ചരിത്രത്തിൽ തങ്കലിപികൾ രേഖപ്പെടുത്തിയ ഈ കാര്യം എഴുതിയ മനുഷ്യനെ പ്രാഥമിക വിദ്യാഭ്യാസമില്ലാത്തൊരു പാവപ്പെട്ടവനായിരുന്നു. അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു കലാലയത്തിന് തുടക്കം കുറിച്ചു. ആ കലാലയത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആളുകൾ പറഞ്ഞു, ഇംഗ്ലീഷല്ലേ ഇവിടെ പഠിപ്പിക്കുന്നത്, ഈ രാജ്യ സംസ്കൃതം ആചരിക്കുന്നത്, കടൽക്കടന്ന് വന്നവന്റെ ഭാഷ, അവന്റെ സംസ്കാരം, അതൊന്നും ഇവിടെ വിലപ്പോവുകയില്ല. സംസ്കൃതത്തെ അട്ടിമറിച്ചുകൊണ്ടേ ഈ കലാലയമൊന്നും വിജയിക്കില്ല. പക്ഷെ കാലമേറെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സംസ്കൃത ഭാഷയ്ക്ക് എന്ത് സംഭവിച്ചു? അത് മൃതഭാഷയായി. അതിനെന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയാം. സമ്പ്രതി വാർത്ത സുയന്തം, ഒരു തിരി. ഇതിനപ്പുറത്തൊന്നും ഓടിയില്ല ചാ. പക്ഷെ ഇംഗ്ലീഷ് എവിടെ ചെന്ന് നിന്നു പറ? അന്ന് വിലക്ക് ഇംഗ്ലീഷ് കാലത്തെ അതിജീവിച്ചു പോവാ. ശുദ്ധ ഇംഗ്ലീഷ് ഉണ്ടല്ലേ പിള്ളേർക്ക് ഇപ്പോൾ പറക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതിൻ്റെ കാരണം അറിയോ? ഇംഗ്ലീഷ് ഭാഷ വളർന്നത് ഈ പുസ്തകത്തിലൂടെ. ഈ പുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ്. ഈ പുസ്തകത്തിലൂടെ ഇംഗ്ലീഷും, ഇംഗ്ലീഷിലൂടെ ഈ പുസ്തകവും ലോകത്ത് വികാസം പ്രാപിച്ചത്. മനസ്സിലായില്ലേ? പരസ്പര പൂരകമായിട്ടങ്ങ് പോവാ. അതിൻ്റെ ചരിത്രവും കാര്യമൊക്കെ ഒത്തിരി ഉണ്ടേ. അത് പറയാം. അതിലൊരു കാര്യം, ഒരു കാലത്ത് ഏറ്റവും വിലക്കുള്ള കാര്യമായിരുന്നു ഈ പുസ്തകം വായിക്കുക. പള്ളി തന്നെ അനുവദിക്കുകയില്ല ഈ പുസ്തകം വായിക്കുക. പുരോഹിതന്മാരായതിന്. കാരണം നമ്മളൊക്കെ ഇത് വായിച്ചു പോയി കഴിഞ്ഞാൽ ഇയാൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് നമുക്ക് തോന്നും. അത് ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ സാധനത്തിൽ ഭംഗിയായിട്ടൊന്ന് മുത്തിവെച്ചെടുത്ത് മാറ്റി വെച്ചേക്കാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് കേംബ്രിഡ്ജിൽ ഒരു പ്രൊഫസറും കുട്ടികളും ഇരുന്ന് ബൈബിളിൻ്റെ പരിഭാഷയ്ക്ക് തുടക്കം കുറിച്ചു. ആ മനുഷ്യൻ്റെ പേരാ വില്യം ടിൻഡെയിൽ. ടിൻഡെയിൽ പരിഭാഷയ്ക്ക് തുടക്കം കുറിച്ച് പരിഭാഷ ശക്തിപ്പെട്ടു വന്നു. ഒടുക്കം പ്രിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ബൈബിളിൻ്റെ ഗഹനമായ പഠനവും നടത്തി. സഭ പിടിച്ചു. ഭരണകൂടം കൂടാ. നേരാണോ കേട്ടത്? അതെ. നീ എഴുതിയ മുഴുവൻ പ്രതികളും കൊണ്ടുവരണം. തീ കൂട്ടിയിട്ട് അതിനകത്ത് ഇടാൻ തുടങ്ങുക. സൗമ്യനായ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെ ഞാനൊരു തെറ്റ് ചെയ്തായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ നീ ഈ ആളിക്കത്തുന്ന തീക്കുണ്ടത്തിലേക്ക് പോകേണ്ടി വരും. ആകട്ടെ. മതമേധാവിത്വം പലതും നോക്കി അവസാനം പറഞ്ഞ്, നീ കേംബ്രിഡ്ജിലെ പ്രൊഫസറാ, കഴിവുള്ള ആളാ, ഇതിലൊന്നും ചെയ്യരുതേ. അദ്ദേഹം വഴങ്ങിയില്ല. അതുകൊണ്ട് മുദ്രാവാക്യം നമ്മളെ വിളിപ്പിക്കാൻ വരുമ്പോഴേ വഴങ്ങുന്നവരൊന്നും ഇതിനകത്തിരുന്ന് കല്ലേലിയ പറയേണ്ട ഒരു കാര്യമില്ല. ആ നാണം കെട്ട കല്ലേലിയ എന്നിവിടെ കേൾക്കേണ്ടെന്ന്. അവസാന നിമിഷം വരെ യേശുവിനോട് നിൽക്കാനുള്ള സന്നദ്ധത വേണം. ഹല്ലേലൂയ. സ്തോത്രം. ഒടുക്കം അദ്ദേഹത്തെ പിടിച്ച് എരിയുന്ന തീച്ചൂളയിലേക്ക് ഇടുക. ഇംഗ്ലണ്ടിൽ ഇന്ന് എന്നാൽ അദ്ദേഹത്തെ തീച്ചൂളയിലിട്ട ആ സ്ഥലം ഇതാ ഇങ്ങനെ ചതുരത്തി വരച്ചു വെച്ചിട്ടുണ്ട്. ഒട്ടിക്കരഞ്ഞു പോവും. ആ തീക്കുണ്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ടിൻഡെയിൽ പറഞ്ഞു, മതമേധാവിത്വമേ, നിങ്ങളെന്നെ ഈ തീക്കകത്തിട്ട് കത്തിച്ച് ചാമ്പലാക്കുക. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നെ കത്തിച്ച് നശിപ്പിച്ച ചാരത്തിൽ നിന്നൊരു കഴുകൻ ചിറകടിച്ചു പറക്കും. ആ കഴുകൻ യൂറോപ്പിൻ്റെ നഭോമണ്ഡലത്തിൽ മുഴുവൻ കിടിലം കൊള്ളിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും പറക്കും. അവൻ്റെ ചിറകടി ശബ്ദത്തെ വരിഞ്ഞു മുറുക്കാൻ കഴിയാത്ത വിധത്തിൽ അത് അതിഗഹനമായിരിക്കും. അതിൻ്റെ മുമ്പൊരു സംഭവം ഉണ്ടായി. ബൈബിളിന് ബൈബിളെന്ന് പേരിട്ടൊരു മഹാരഥൻ ഉണ്ടായിരുന്നു. 1832 ഇംഗ്ലണ്ടിലെ ജോൺ വിക്ലിഫായി പേരിട്ട വിക്ലിവിൻ്റെ കുഴിമാടം തുറന്ന് 38 വർഷം മുമ്പ് മരിച്ചുപോയ മനുഷ്യൻ്റെ കല്ലറ തുറന്നിട്ട് അവശേഷിച്ച അസ്ഥികൂടം വാരി കത്തിച്ച് ചാമ്പലാക്കി വിട്ടു പ്രതിഷേധം കൊണ്ട്. അത്ര വെറുപ്പായിരുന്നു ഈ പുസ്തകം പരിഭാഷപ്പെടുത്തുന്നത്. പക്ഷെ ജനം ആർത്ത് പ്രാർത്ഥിച്ചപ്പോൾ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ മനസ്സ് ദൈവം ഉണർത്തി. രാജാവിൻ്റെ മനസ്സ്. രാജാവിന് തോന്നി ബൈബിളൊന്ന് വായിക്കണം. ഇന്ന് ഇംഗ്ലീഷിലില്ല. പണ്ഡിത ശ്രേഷ്ഠന്മാരെ വരുത്തി ഊണും കാപ്പിയും ചായയും ചപ്പാത്തിയും ശമ്പളവും കൊടുത്തു മുഴുവൻ ബൈബിളും ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ ചരിത്രത്തിലെ ലക്ഷണമൊത്ത ഒരു ഇംഗ്ലീഷ് ബൈബിളിങ്ങ് പിറവി കൊണ്ടു. ടിൻഡെയിലിൻ്റെ ബൈബിളൊക്കെ ഉണ്ടെങ്കിലും ആ ഭാഷയുടെ ഗാംഭീര്യത കൊണ്ട് പേടിക്കാതിരുന്ന് പരിഭാഷപ്പെടുത്താൻ രാജാവാണ് പറഞ്ഞത്. ആ പുസ്തകത്തിൻ്റെ പേര് കിങ് ജെയിംസ് വേർഷൻ. മനസ്സിലായല്ലോ? ഓതറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ ഉണ്ടായതാ.
ഇവിടെ രാജാവ് പുസ്തകം തരുമെന്ന് പറഞ്ഞാൽ തടയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ചില രാജാക്കന്മാരുടെ മനസ്സുണ്ടെന്നാൽ മതി, കളിയൊക്കെ മാറും. വിശ്വാസമുണ്ടോ? പിന്നെ അതിനല്ലേ നമ്മൾ ഈ വന്നിരിക്കുന്ന വിശ്വാസമുണ്ടോ? ക്യാൻസർ മാറ്റിയ ദൈവത്തിന്, രോഹിതർ മാറ്റിയ തൈറോയ്ഡ് മാറ്റിയ ദൈവത്തിന്, ഭവനം തന്ന ദൈവത്തിന്, കാറ് തന്ന ദൈവത്തിന്, ജീവിതം തിരിച്ചെന്ന ദൈവത്തിന്, ആത്മഹത്യം തിരിച്ചുകൊണ്ടുവന്ന ദൈവത്തിന് രാജ്യത്തിലെ പ്രധാനികളെ ഹൃദയത്തെ ഉണർത്താൻ കഴിയും. ഭരണകൂടത്തിന്റെ വ്യവസ്ഥയ്ക്കുള്ളിലേക്ക് ഇഴമ്പി കയറാൻ സാധിക്കും. നമ്മുടെ പൗലോസിനെ പിടിച്ച് ജയിലിലിട്ട് സുവിശേഷം അറിയിക്കരുതെന്നും പറഞ്ഞു. ജയിലിലേക്ക് ഇട്ടപ്പോൾ പൗലോസ് പറഞ്ഞു, കുഴപ്പമില്ല, പോകോളാം. ഇടയ്ക്കിടയ്ക്ക് ഈ പൗലോസിനെ കാണാൻ, കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗവും ശൈലിയൊക്കെ കേൾക്കാൻ രസമാണ്. ഈ അരമനയ്ക്ക് എത്തൊക്കെ നാൾ കയറി വരും. ഇത്ര പണ്ഡിതനായി കിടക്കുന്നത്. പൗലോസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് കവിത പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. അത്ര ഭംഗിയാണ്. അത് കേൾക്കാൻ വന്നിരിക്കുക. പറഞ്ഞ് ഈ കൈസറുടെ പല സേവകന്മാരും രക്ഷിക്കപ്പെട്ടു. കൊല്ലാൻ പിടിച്ചുകൊണ്ട് പോയതിനും രക്ഷിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ല, ബൈബിളിലുണ്ട്. അദ്ദേഹം പറയുക, കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. എന്ന് സംഭവിച്ചേ, എടാ കൈസറെ, നീ പിടിച്ചെന്നെ അകത്തിട്ടാൽ നിൻ്റെ അരമനയ്ക്കകത്ത് കയറി നമ്മൾ നോയിൻ്റെ സ്ഥാപിക്കും. ശരിയാച്ചന് മനസ്സിലായോ? ശരിയാച്ച നമ്മൾ നോയിൻ്റെ അതിനകത്ത് കയറി സ്ഥാപിക്കും. ഒന്ന് പ്രാർത്ഥിച്ച് നടക്കില്ലോ, നമുക്കറിയാമെന്നു. പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളിലേക്ക് എവിടെ വിലക്കിയാലും ഇതിലെ സന്ദേശം ഇരമ്പി അങ്ങ് കയറുന്നു. ഇതങ്ങോട്ട് ഇതിന് മാർഗതടസ്സം സൃഷ്ടിക്കാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയില്ലെന്ന്. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞതേ, നമ്മുടെ രാജ്യത്തും ഈ പ്രവൃത്തി ഇതാളാ. വില്യം കേരി വിദ്യാഭ്യാസം ഇല്ല, കുത്തിയിരുന്നങ്ങോട്ട് പഠിച്ചെന്ന്. വിദ്യാഭ്യാസം ഇല്ലാത്ത കുത്തിയിരുന്ന് പഠിച്ച് എവിടെ പോകുന്ന തോന്നല്ലേ? തീരെ പഠിപ്പില്ലാത്തവരെന്ന് കേൾക്കുന്നെങ്കിലേ, അക്ഷരാഭ്യാസമില്ലെന്ന് തോന്നുന്നവരെ, SLC മാത്രമേ ഉള്ളൂ, SLC തോറ്റം തോന്നുന്നവരെ, 8ലെ പഠിത്തം നിർത്തിയെന്ന് തോന്നുന്നവരെ, ഒരു കാര്യം സമ്മതിച്ചു, നമുക്കിതങ്ങ് സമ്മതിച്ചേക്കാം. കർത്താവേ, ഞാനൊരു പൊട്ടനാണ്, എനിക്കൊരു കഴിവൊന്നുമില്ല. മക്കളോടും പറഞ്ഞേക്ക്, എനിക്കൊരു കഴിവില്ല, ഞാൻ സമ്പന്നനുമല്ല, കഴിവുള്ളവനുമല്ല. പക്ഷെ ഞാൻ സേവിക്കുന്ന ദൈവം വലിയവനാ, ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനാ. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, അവിടത്തേക്ക് കഴിയാത്തതൊന്നുമില്ല. സംഭവിച്ച കേൾക്കണ്ടേ? പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടാത്തൊരു ചെരുപ്പ് കുത്തി ഇന്ത്യ മഹാരാജ്യത്തിൽ വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രാൻസ്ലേറ്ററായിട്ട് മാറിയെന്ന്. തീർന്നില്ല, 6 ഇന്ത്യൻ ഭാഷകളിൽ ഈ ബൈബിള് പരിഭാഷപ്പെടുത്തി. 6 ഇന്ത്യൻ ഭാഷകളിൽ. വേറെ കഴിക്കണോ, രാമായണമൊക്കെ ഇംഗ്ലീഷിലാക്കി കൊടുത്തു, അങ്ങോട്ട് വായിച്ചോളാൻ പറഞ്ഞു. തിരിച്ച് 27 ഭാഷകളിൽ പുതിയ നിയമം പരിഭാഷപ്പെടുത്തി. ഇത്രയും ഭാഷയും വ്യാകരണമൊക്കെ ഉണ്ടാക്കി പഠിച്ചു. ഒരു കോളേജ് സ്ഥാപിച്ചു, സ്കൂള്. ഈ സ്കൂള് കണ്ട് പൂട്ടിപ്പോകുമെന്നാണ് പറഞ്ഞത്. ഈ സ്കൂളുകളുടെ അസോസിയേഷൻ എല്ലാം കൂടി ഒരു സമ്മേളനം നടക്കുമ്പോൾ കളിയാക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ആ നാട്ടിലെ ഒരു വലിയ മുഖർജി അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ്, നമ്മുടെ നാട്ടിലേക്ക് ഒരു പാതിരി വന്നിട്ടുണ്ട്, ഒരു സ്കൂള് നടത്തുന്നുണ്ട്, സ്വാഗതം പറഞ്ഞ അതായിരുന്നു നമ്മുടെ മര്യാദ. അതൊക്കെ ഇംഗ്ലണ്ടിൽ ഒരു ചെരുപ്പ് കച്ചവടക്കാരനായിരുന്നു, ഇവിടെ വന്നൊരു സ്കൂള് നടത്തുക. ചെരുപ്പ് കച്ചവടം മോശം തൊഴിലാണോ? കയറി എഴുന്നേറ്റിട്ട് പറയുക, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞാൻ ചെരുപ്പ് കച്ചവടക്കാരനൊന്നുമല്ല, പഴയ ചെരുപ്പുകൾ തുന്നുന്ന ഒരു ചെരുപ്പ് കുത്തിയാണ്. മറ്റൊരു കാര്യം ഇറക്കണ്ടേ, ഞാനിപ്പോൾ ഇവിടെ കൈവക്കാൻ പറഞ്ഞാൽ ഒരു 10-20-30 BA കാണും, MA കാണും, ഇതിനകത്ത് ഇരിപ്പുണ്ടേ, MSc കാണും. ഇന്ത്യക്കാരനാദ്യം BA MA ഈ ബിരുദങ്ങൾ കണ്ടത് എവിടെ നിന്നാണെന്നറിയോ? ഈ ചെരുപ്പ് കുത്തിയുടെ കോളേജിൽ നിന്ന്. ഇന്ത്യക്കാരൻ, മനസ്സിലായില്ലേ? ഇന്ത്യ മഹാരാജ്യത്തിലൊരു ചെരുപ്പ് കുത്തി തുടങ്ങിയ സ്ഥാപനത്തിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും ബാച്ചലർ ഓഫ് ആർട്സും മാസ്റ്റർ ഓഫ് ആർട്സും ഒക്കെ പുറത്തു വന്നേ. സർക്കാർ അംഗീകരിക്കേണ്ടി വന്നു. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുന്ന വഴിയുണ്ടോ? അല്ലാതെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്കിരുന്നുകൊണ്ട് അഴിയട്ടെന്ന് പറയല്ലെന്നേ. വ്യാപരിക്കട്ടെ തോന്നി നടന്നാൽ മാത്രം പോരാ. കണ്ടോ, സന്തോഷം പോയി. അവക്ക് ഇന്ത്യ അഴിക്കണം. ഇതുപോലെ കേരളക്കരയിലെ ദുരാചാരങ്ങളെ അഴിക്കണം, മ്ലേച്ഛതകളെ അഴിക്കണം, അധമ പാപങ്ങളെ അഴിക്കണം, നിഷ്ഠൂര പ്രവൃത്തികളെ അഴിക്കണം. അഭിഷിക്തന്മാർ ഈ രാത്രി അതിന് തയ്യാറെടുക്കണം. നമ്മുടെ എനർജി വെറുതെ കളയാനില്ല, ഇനി കാലമൊട്ടും കളയാനില്ല. ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിവേഗത്തിൽ നമ്മുടെ പ്രവൃത്തികൾ ചെയ്തെടുക്കണം. ആ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കണം.
എൻ്റെ വഴിയാണ് പറയുന്നത്. ഈ കർത്താവ് എൻ്റെ ശിഷ്യന്മാരെ 2 പേരെ വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭേദഭാഗയിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേ പട്ടണത്തോട് സമീപിക്കുമ്പോൾ ഒരു കാട്ടുകഴുതയെ കെട്ടിയിട്ടിരിക്കുന്ന കാണും. അതിനെ ഇങ്ങനെ അഴിക്കണം. അപ്പോൾ ഉടമ വന്നിട്ട് ചോദിക്കും, എന്തോ പരിപാടി? ഇത്രയും പറഞ്ഞാൽ മതി, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മുടെ കുഴപ്പമില്ല. അവിടെ നിന്നുകൊണ്ട് പറയും, സാറേ ഞങ്ങൾ മതപരിവർത്തനത്തിനൊന്നും വന്നല്ല, പോടാ, നീ പണിക്കേ പോകരുത്, ഇവനെ സാറേന്ന് വിളിക്കേണ്ട എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. ഞങ്ങളതിനൊന്നും വന്നല്ല, ഇവിടെ കർത്താവിന് വേണ്ടി അഴിക്കാൻ വന്നാൽ നമ്മൾ. മനസ്സിലായില്ലേ? കർത്താവിന് വേണ്ടി അഴിക്കാൻ വന്നാ, അഴിച്ചു മാറ്റിയെടുക്കാൻ വന്ന സ്തോത്രം. വിശ്വസിച്ചാട്ട് ഈ കരങ്ങൾ കൊണ്ട് ചിലതിനെയൊക്കെ അഴിച്ചു മാറ്റിയെടുക്കാൻ, പിടിച്ചെടുക്കാൻ. ഞാൻ ധാരാളം അഭിഷിക്തന്മാരെ ഇന്ന് ഇവിടെ കാണുക കേട്ടോ, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ കാണുക. ഇനിയുള്ള കാലം സ്നാനങ്ങളുടെ കാലമാണ്, പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ കാലമാണ്, വിശ്വാസികൾ ശക്തിപ്പെടുന്നൊരു കാലമാണ്, രോഗശാന്തി വ്യാപരിക്കുന്ന കാലമാണ്, 1-ാം നൂറ്റാണ്ടിലെ അനുഭവങ്ങളുടെ ആവർത്തനം തിരിച്ചു വരേണ്ട ഒരു കാലമാണ്. ഈ കാണുന്നതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് അറിയണ്ടേ? വലിയ മഴയുടെ മുമ്പുള്ള ഒരു ശാന്തതയാ ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നമുക്ക് പറയാം, വലിയ ഇടിയുടെ മുഴക്കമുണ്ട്, എനിക്കെന്റെ കാതുകളിൽ കേൾക്കാം. ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയെ പ്രതീക്ഷിക്കുന്ന മഹാദൈവത്തിന്റെ സന്ദേശം താമസമിന ഈ രാജ്യത്ത് വ്യാപരിക്കാൻ പോകുക. ഒരു കാര്യം പറഞ്ഞ് ഞാനിങ്ങനെ നിർത്താം. സഹോദരേ, ഒരു 10-15 കൊല്ലം ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനത്തിന് ഒത്തിരി തടസ്സം വന്നൊരു കാലമാണ്. സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, സുവിശേഷകരെ ജയിലിൽ തള്ളി. അവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല, നമുക്ക് ശത്രുക്കളില്ലാത്ത മനുഷ്യരേട്ടാ. പക്ഷെ നമുക്കൊരു കഥ അറിയണം. ഈ 15 കൊല്ലങ്ങൾ സഭയുടെ വളർച്ച അതിവേഗമായിരുന്നു. അതിവേഗം. ഇപ്പോഴും ചൊല്ലി 2.5% എന്നൊക്കെ പറഞ്ഞു. കണക്കൊക്കെ ഞങ്ങൾ പണ്ടേ വെട്ടി, അതൊക്കെ വെട്ടി കാലഹരണപ്പെട്ടു. എന്താ കാര്യം അറിയണ്ടേ? പീഡ വർദ്ധിക്കുന്നിടത്ത് സഭ വളരും. മനസ്സിലായില്ലേ? നമ്മൾ വളരാത്ത മനസ്സിലായോ? നമ്മളൊന്നും ശരിയല്ലെന്ന് തോന്നി ദൈവത്തിന്. വരുന്നുണ്ടടി, താമസിക്കാതെ വരും. നമ്മൾ ഉണരും, നമ്മൾ ജാഗ്രതപ്പെടും. അതിനു മുമ്പ് ചെയ്യാനുള്ള ചില പ്രവൃത്തികൾ ചെയ്തു കൊള്ളണം. 2 ദിവസം തൊടുപുഴ സമ്മേളനത്തിൽ ഞാൻ ആളുകളെ പറഞ്ഞ അവസാനം ഇതിനാ, നമ്മൾ തിരിച്ചടിക്കുന്ന മാർഗമൊന്നുമല്ല, തിരിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തി തോൽപ്പിക്കുന്ന മാർഗം. നമ്മൾ നോക്കിയാൽ സ്ഥാനാർത്ഥി ജയിക്കുകയില്ല, തോക്കുകയില്ല. ആർക്കെങ്കിലൊക്കെ വോട്ട് ചെയ്തോണം. പണ്ടൊക്കെ ചെയ്തു വരുന്നല്ലോ, അങ്ങ് ചെയ്തോണം. വലിയ മാറ്റമൊന്നും അതിനകത്ത് ഇപ്പോഴും വന്നിട്ടില്ല. ശരിയല്ലേ? പണ്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു, അയാൾക്ക് അങ്ങ് ചെയ്തു, അല്ലേ വേണേ ഒന്ന് മാറി ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതിന് വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ റാന്നിക്കാരെല്ലാം കൂടെ കൂടി ഇന്നാരെ തോൽപ്പിക്കും ജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റവും ജയിച്ചാലുള്ള ഗതികേട് നിങ്ങൾ ആലോചിച്ച് ഒന്നും പോരുത്. നമ്മുടെ പണിയൊന്നും അല്ല. ആരിലൊക്കെ ജയിക്കട്ടെ, എന്താ കാര്യം? ദൈവമാക്കിയിട്ടാണ് ഈ ആളുകളെല്ലാം ഇവിടെ വരുന്നത്. ദൈവം ഭരണാധികാരി ആക്കുന്നതെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. പിന്നെ നമ്മൾ നോക്കിയാൽ നടക്കുമോ? അപ്പോൾ ദൈവഗീതത്തിൻ്റെ വിപരീതമല്ലേ ആ പറയുന്നത്. അത് പോട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞ സഹോദരന്മാരെ എതിർക്കല്ല, അവരാത്മാർത്ഥതയെ അഭിനന്ദിക്കുന്നു. വേദിയിലൊക്കെ വാക്കുപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്നാൽ ഒന്ന് പറയാം, തീർത്തൊരു കാര്യം പറയാം. ഞാനിന്ന് നിങ്ങളെ കൊണ്ടും ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യം ജയിക്കാനാണ് പോകുന്നത്. എല്ലാവരും സമർപ്പിക്കണം. ഇന്നിവിടെ മാറി വരുന്നൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ പുസ്തകവുമായി നടക്കാൻ കഴിയാത്ത വിധം നിങ്ങളും ഞാനും വരിഞ്ഞു മുറുക്കപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ശബ്ദം ടേപ്പ് ചെയ്തെടുത്ത് രാജ്യദ്രോഹികളെന്ന് കുറ്റം ചുമത്തി തുറുങ്കിലടക്കാൻ പോകുന്നു. പലതരം അപവാദങ്ങൾ നിങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിട്ട് കൊള്ളരുതാത്തവരെന്ന ജാപ്പ കുത്തിക്കൊണ്ട് നാളുകൾ ജയിലിൽ കിടക്കേണ്ട സ്ഥിതിവിശേഷം സംജാതമാകുന്നു. വടക്കേ ഇന്ത്യയിൽ ഇത് ആരംഭിച്ചെങ്കിൽ അധിക നാളൊന്നും വേണ്ട. ഈ കഠിന ശോധനയ്ക്കകത്തെ നമ്മളെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഇത്തരം ശബ്ദങ്ങൾ വന്നു കഴിയുമ്പോൾ ചുറുചുറുക്കോടെ നിൽക്കണം, ചങ്കുറപ്പോടെ നിൽക്കണം. ഞാൻ ഒരനുഭവം പലയിടത്തും പറയാറുണ്ട്, എൻ്റെ അല്ല, അതൊരുത്തം തെറ്റിദ്ധരിച്ച് വീഡിയോ ഒക്കെ കിട്ടും. ആളെയും കൂടെ പറഞ്ഞേക്കാം. നമ്മുടെ രാജുപോക്കാല പാസ്റ്ററുടെ അളിയൻ ഒരു ദിവസം എന്നെ വിളിച്ചു. ഞാൻ വലിയ പ്രതിസന്ധി കൂടെ പോകുന്ന സമയം, ഞങ്ങൾ അറിയത്തൊന്നുമില്ല. രാജുപോക്കാല പാസ്റ്റർ ഞാൻ നല്ല സ്നേഹിതരാണ്. അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ പവർ വിഷനിലൊക്കെ ഉള്ള കർത്താവിൻ്റെ ദാസനാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ധൈര്യത്തോടെ നിൽക്കണം. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, കുരിശിന് കനം വർദ്ധിക്കാൻ പോവാ. അദ്ദേഹത്ത് തൂക്കിയിരിക്കുന്ന കുരിശിൻ്റെ കനം മനസ്സിലായില്ലേ?
കുരിശിൻ്റെ കനം വർദ്ധിക്കാൻ പോവാ. നമ്മുടെയൊക്കെ കുരിശിൻ്റെ ഭാരം വർദ്ധിക്കാൻ പോവാ കേട്ടോ. ഭാരം ഇരട്ടിയാകാൻ പോവാ. ഇതും വഹിച്ചുകൊണ്ട് കാൽവറി വരെ പോകണം. ഈ ആലോചനയൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാന്ന് ചോദിച്ചിട്ട് പറയാ, സൗദി അറേബ്യയിൽ പോയി. ഇത് വീഡിയോയിലുണ്ടല്ലോ. സൗദി അറേബ്യയിൽ പോയിട്ട് അദ്ദേഹത്തെ പിടിച്ചു. കയ്യിൽ ബൈബിളുണ്ട്. ഈ ബൈബിള് ഇന്നത്തെ സൗദി അറേബ്യയിൽ ഇത്രയും പ്രശ്നമൊന്നുമില്ല. ഒത്തിരി ബോധമുള്ള ഭരണാധികാരികളൊക്കെ വന്നു, വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ വന്നു. ഈ പുസ്തകം കീറി, ഓരോ പേപ്പറും കീറി മല പോലെ ഇങ്ങനെ പൊക്കിയിട്ടു. ലൈറ്റർ കൊടുത്തിട്ട് കത്തിക്കാൻ പറഞ്ഞു. നമ്മുടെ അഭിഷിക്തൻ എന്താ പറഞ്ഞെന്നറിയണ്ടേ? നോ നെവർ, സാധ്യമല്ല, ചാട്ടക്കടിക്കും. അടിച്ചു. ധിക്കാരമല്ല സാർ, തല്ലിക്കൂ, തല വെട്ടും, വെട്ടിക്കൂ, ജയിലിൽ കൊണ്ടിട്ടു. എല്ലാ ദിവസവും നടയടി, 4 അടി വീതി 4 അടി നീളം ഒക്കെയുള്ള ജയിലിനുള്ളിൽ ഇരിക്കാനും കിടക്കാനും വയ്യാത്ത ഇടത്തെ ദീർഘ ദിവസങ്ങൾ ഇട്ടു. വല്ലാത്ത ഭീകരാവസ്ഥ. ഒരു ദിവസം പൊതുമാപ്പൊക്കെ കൊടുത്ത് നാട്ടിലേക്ക് ചവിട്ടിക്കയറ്റി വിടുക എന്ന് പറയും. പക്ഷാനറിയാമല്ലേ ചവിട്ടിക്കയറ്റി വിടുക. കയറ്റി വിട്ടു. ക്രിമിനൽ സീല് പതിഞ്ഞ പാസ്പോർട്ട് കൊണ്ട് ഒരാൾക്ക് പിന്നെ യാത്ര ചെയ്യാനുള്ള പാടുകൊടുത്തി. അമേരിക്കയ്ക്ക് പോകേണ്ടി വന്നു. വിളിച്ചു. ആണ്ടെ കോൺസുലേറ്റ് ചെല്ലുമ്പോൾ ക്രിമിനൽ സീലുള്ള പാസ്പോർട്ട്. അവിടെ നിന്ന് സഹോദരി ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തേ? അവസാനം പറഞ്ഞു, ഇന്നതാ സംഭവം. അവർക്ക് മനസ്സലിവ് തോന്നി. 10 വർഷം വിസ അടിച്ചു, പോക്കോളാൻ പറഞ്ഞു. അവിടെ കിടന്ന എന്നെ വിളിച്ചേ. എന്തിനാ ഈ പറഞ്ഞെന്നറിയണ്ടേ? ഇത് തെളിവാ. പറഞ്ഞതേ, ഈ പീഡയുടെ മുമ്പിൽ തല കുനിച്ച് കൊടുത്തിരുന്നെങ്കിലോ എനിക്കിന്ന് സാക്ഷി പറയാൻ പറ്റുമോ? തല ഉയർത്താൻ പറ്റുമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ പറയുമ്പോൾ അതുണ്ട്. ഇതാ മഹത്വം. നമ്മൾ ഈ കൈപൊക്കി മഹത്വം പറയുന്നതിൽ വലുതാ ജീവിതം കൊണ്ടുള്ള ഈ മഹത്വം. മനസ്സിലായോ? പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളെ നമ്മളിവിടെ പറയാ, നമുക്കിങ്ങനെ വെച്ച് ആരാധിക്കാം. വണ്ടിയുടെ വൈപ്പറാടുന്ന പോലെ കുറേ നേരം കൈവച്ചാട്ടം നല്ലതാ. പക്ഷെ മഹത്വം എന്താണെന്നറിയണ്ടേ? ഇത്ര ഇടങ്ങളിൽ കിടന്ന് ശത്രു വരുമ്പോൾ പറയണം, സ്നേഹിത നിന്നെ സ്നേഹിക്കുന്നു, സാറേ നിന്നെ ബഹുമാനിക്കുന്നു, നിന്റെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നു, നിന്റെ മുമ്പിൽ നമിക്കുന്നു. പക്ഷേ ആരാധന സംബന്ധിയായി ഒരുവൻ്റെ മുമ്പിലും ഞങ്ങൾ തലകുനിക്കില്ല. അവസാന നിമിഷം വരെ ഞങ്ങൾ യേശുവിൻ്റെ ദാസന്മാരായിരിക്കും. മരണം വരെ നിന്നെ സ്തുതിക്കും. അങ്ങ് മാത്രം രക്ഷകനെന്ന് ഉലകത്തോട് പറയും. ആ ധൈര്യം ഇന്ന് രാത്രിയോടെ പകരട്ടെ. ആ ധൈര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഒറ്റ മനുഷ്യനെ ഈ ശത്രുവായി കാണുന്നതല്ല ക്രിസ്തീയ വിശ്വാസം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും. പക്ഷെ ഒന്നുറപ്പിച്ചു പോ, വേണ്ടി വന്നാൽ യേശുവിന് വേണ്ടി ത്യാഗം സഹിച്ച് പട്ടിണി കിടന്ന് ഞെരുങ്ങി ബുദ്ധിമുട്ടി ജയിലിൽ കിടക്കേണ്ടി വന്നാലും പീഡിപ്പിക്കപ്പെടേണ്ടി വന്നാലും, on behalf of cross, if it is on behalf of cross, I am willing to dedicate unto your Lord. നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ അടുത്തു വരുന്നു. ഒരളവ് കൂടി കരി പറയട്ടെ. അവസരം വന്നാൽ നിനക്ക് വേണ്ടി മരിക്കാനും അടിയനെ ഏൽപ്പിക്കുന്നു. സ്വന്തമായി എനിക്കതിനുള്ള കഴിവില്ല, സ്വന്തമായി എനിക്ക് ധൈര്യമില്ല. ധൈര്യം തരുന്ന നിന്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ജയിക്കണം. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്ന ദൈവത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ നമുക്ക് സ്വയം സമർപ്പിതരാകാം. യേശുവിനെ പ്രസംഗിക്കാൻ, യേശുവിനെ ജീവിപ്പാൻ ഈ രാത്രി ആർക്ക് മനസ്സുണ്ട്? എനിക്കറിയാം ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും യേശുവിൻ്റെ അനുഗാമികളാ. യേശുവിനെ കൂടാതെ ഒരാളെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, യേശുവിനെ കൈക്കൊള്ളാൻ അടുത്തുവാ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഒപ്പം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ എനിക്ക് യേശുവിനെ സാക്ഷിക്കണം. ജീവൽ പ്രതിസന്ധിയുടെ നടുവിൽ യേശുവിനാണ്ടി ധീര നിൽക്കണം. എനിക്ക് യേശുവിന് വേണ്ടി പാടി പ്രസംഗിച്ച് സാക്ഷീകരിച്ച് അന്ത്യനിമിഷം അവൻ്റെ പാദത്തിലാകണം. ആഗ്രഹമുള്ളവർ മാത്രം കരമുയർത്തിയാട്ടെ. സമർപ്പിത ജീവിതങ്ങൾ മാത്രം കരമുയർത്തിയാട്ടെ. കരങ്ങളെ താഴ്ത്തിയിടാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ വന്ന ദൈവപുത്രൻ ഇന്ന് കുടുംബങ്ങളിലെ അസ്വസ്ഥതകളെ അഴിച്ചു മാറ്റുന്നു.
അസമാധാനത്തെ അഴിച്ചുമാറ്റുന്നു, ദുഃഖങ്ങളെ വേദനകളെ മുഴുവൻ അഴിച്ചുമാറ്റുന്നു, ഭാരങ്ങളെ ദുരിതങ്ങളെ അഴിച്ചുമാറ്റുന്നു, ഞെരുക്കങ്ങളെ അഴിച്ചുമാറ്റുന്നു. നസ്രായന്റെ ശക്തി ഇന്നിവിടെ പരിലസിച്ചു കൊണ്ടിരിക്കുന്നു. പുത്തൻ ഒഴിവോടെ പുത്തൻ കൃപയോടെ എനിക്ക് യേശുവിനായി നിൽക്കണം. ആ ബോധ്യത്തിൽ വചനം കേട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാ ഇഹലോകത്തിലേക്ക് വന്ന ദൈവപുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ മേഖലയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ കൂട്ടിയിരിക്കണം, ദൈവ സാന്നിധ്യം കൂട്ടിയിരിക്കണം, കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ നീക്കണം, ഭാരങ്ങൾ നീക്കണം, പുത്തൻ അനുഭവങ്ങളുടെ വഴിയിലൂടെ വരെ നയിക്കണം. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ എല്ലാവർക്കും വന്ദനം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.